നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന് വളരെ വേദനയുള്ളൊരു ദിവസമാണ്. ഞങ്ങളുടെ കുടുംബാംഗമായ പ്രജോഷ് കുമാർ അന്തരിച്ച ദിവസമാണ്. നമുക്കറിയാവുന്നതാണ്, മാധ്യമപ്രവർത്തനത്തിൽ ക്യാമറ കൈകാര്യം ചെയ്യുന്നവർ എത്രത്തോളം പ്രധാനമായൊരു റോളാണ് നിർവഹിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരു വാർത്ത കൊണ്ടുവരികയാണ്. ആ വാർത്തയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും വാദങ്ങൾക്കുമൊക്കെ അവിടെ സാധ്യതകളുണ്ടാകും. പക്ഷേ ഒരു ദൃശ്യം അത് സംസാരിക്കുന്നത് പോലെ ഒരു മാധ്യമപ്രവർത്തകനും സംസാരിക്കാൻ കഴിയില്ല. അത് ജനങ്ങളുടെ കണ്ണ് എന്ന നിലയ്ക്ക് തന്നെയാണ്. നമ്മുടെ മുന്നിൽ നടന്ന മനുഷ്യരാണ്, നമുക്ക് വഴി കാണിച്ചു തന്ന മനുഷ്യരാണ്. അവരെ അങ്ങനെ സത്യത്തിന് നേരെ തുറന്നു വെച്ച ആ കാഴ്ചകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും പാനലിസ്റ്റുകൾക്കും സ്വാഗതം. MLA സ്ഥാനം എന്ന് പറയുന്നത് ജനങ്ങൾ നൽകുന്നതാണ്. വ്യവസ്ഥകൾ പരിശോധിച്ചാൽ ഇതിനേക്കാൾ ഗുരുതരമായ ബലാത്സംഗ കേസിൽ പ്രതികളായിട്ടുള്ള MLA-മാരുണ്ട് നിയമസഭയിൽ. അവരാരും രാജിവെച്ചിട്ടില്ല. രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾക്ക് ഒരു കാര്യം, കായുള്ള മരത്തിലാണ് കല്ലെറിയുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലും കേസ് വല്ലതും എടുത്തോ? കേസൊന്നും എടുത്തില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു പരാതിയുണ്ടോ? പരാതിയാവുന്നുമില്ല. നിയമസഭാ സമ്മേളനം കൂടാൻ പോകുന്നത് 15-നാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമ്മേളന കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ ഉണ്ടാകും. സ്വന്തം പാർട്ടിയിലെ അര ഡസൻ MLA-മാരും മന്ത്രിമാരും ഉന്നതരായ നേതാക്കളും ഇതുപോലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ, സ്ത്രീപീഡനം സംബന്ധിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വന്നപ്പോൾ അതിനെതിരെ ഒരക്ഷരം പോലും ശബ്ദിക്കാത്ത മുഖ്യമന്ത്രി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെടുന്നത് രാഷ്ട്രീയ പ്രേരിതമായി ഇത്തരം കാര്യങ്ങളെ അവർ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രതിരോധിക്കാനും സംരക്ഷിക്കാനും കോൺഗ്രസ് തീരുമാനമെടുത്തിരിക്കുന്നു. കോൺഗ്രസിന്റെ MLA ആണ്. കോൺഗ്രസിന്റെ MLA പക്ഷേ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണമോ എന്ന കാര്യം കോൺഗ്രസിന്റെ MLA തീരുമാനിക്കേണ്ടതാണ്. തടഞ്ഞാൽ പാർട്ടി പ്രതിരോധിക്കും എന്നുള്ള കാര്യമടക്കം വിശദമാക്കുകയും ചെയ്യുന്നുണ്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും. കേസുണ്ടോ, എന്താണ് പരാതി, എവിടെയാണ് പരാതി എന്ന് ചോദിക്കുമ്പോൾ ഏതു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയത് എന്ന കാര്യമെങ്കിലും നേതാക്കൾ മറക്കാതിരുന്നാൽ കൊള്ളാമെന്ന് തോന്നുന്നു. ഇനി അതും പുറത്തുള്ള ആരെങ്കിലും എടുത്ത നടപടിയാണോ എന്നതുപോലും സംശയകരമായി നിലനിൽക്കുകയും ചെയ്യുന്നു. കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ തീരുമാനിക്കുമ്പോൾ. സ്വാഗതം എല്ലാ പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സൂപ്പർ പ്രൈം ടൈമിലേക്ക്. നമ്മളോടൊപ്പം അതിഥികൾ ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിൽ നിന്ന്, ഡോക്ടർ പ്രേംകുമാർ ഇടത് സഹയാത്രികൻ, ശ്രീ VV രാജേഷ് BJP-യിൽ നിന്ന്. ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നത് എന്ത് ബോധ്യത്തിലാണ്? ആരോപണങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിലാണോ? അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹത്തിന് നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം അടുത്ത തവണ പങ്കെടുക്കില്ല എന്നതടക്കം ആദ്യഘട്ടത്തിൽ വന്ന തീരുമാനങ്ങൾ ഇപ്പോൾ വേണ്ടതില്ല എന്ന തീരുമാനം എന്ത് പശ്ചാത്തലത്തിലാണ്? ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ട സാഹചര്യവും അദ്ദേഹത്തിന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമൊക്കെ എടുക്കാൻ കാരണം അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തത്ര ചില വീഴ്ചകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നു എന്നുള്ള ആരോപണങ്ങളുടെ പുറത്താണ്. അതിനപ്പുറത്ത് കേസുകളുണ്ടെങ്കിൽ കേസുകളെടുത്ത് അന്വേഷണം നടത്തി നടപടികളായിട്ട് മുന്നോട്ട് പോകട്ടെ. അതിനപ്പുറത്ത് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ആണ്. ആ MLA നിയമസഭയിൽ പങ്കെടുക്കേണ്ട എന്ന് പറയാൻ ആർക്കാണ് ഇവിടെ യോഗ്യതകൾ, ആർക്കാണ് അധികാരമുള്ളത്? തെരഞ്ഞെടുക്കപ്പെട്ട MLA അദ്ദേഹം MLA സ്ഥാനത്ത് ഇരിക്കുമ്പോൾ നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടയാൻ ആർക്കും സാധിക്കില്ല. അത്തരത്തിൽ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നിയമസഭയിൽ പ്രവേശിക്കാനുള്ള അവകാശത്തെ ആരെങ്കിലും നിഷേധിച്ചാൽ അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല, മറ്റേത് MLA ആയാലും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്ക് അദ്ദേഹത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് പ്രവേശിക്കാൻ തടസ്സം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ടേക്ക്. ഡോക്ടർ ജിൻഡോ ജോൺ, അങ്ങ് ആദ്യ ഘട്ടത്തിൽ അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് അത് കേട്ടത്. പൊതുപ്രവർത്തകന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലാത്ത വീഴ്ചകൾ വന്നു എന്ന ബോധ്യത്തിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അതിനൊപ്പം തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുള്ള സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ കോൺഗ്രസ് സ്വീകരിക്കുകയും ചെയ്തത്. ഇത് രണ്ടും ഒരു പാർട്ടിക്കാരൻ എന്ന നിലയിലെടുത്ത നടപടിയാണ്. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് MLA-യുടേതാണ്. പൊതുപ്രവർത്തകൻ എന്ന അദ്ദേഹത്തിന്റെ പ്രിവിലേജ് അതാണ് അദ്ദേഹത്തെ MLA ആക്കിയത്. അപ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ ഭാരവാഹിത്വമല്ല
പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് സംഭവിച്ച വീഴ്ചയ്ക്കുള്ള പരിഹാരം എന്ന് പറയുന്നത് അത് ജനങ്ങൾ കോൺഗ്രസ് പാർട്ടിയെയും കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിയെയും വിശ്വസിച്ചേൽപ്പിച്ച ദൗത്യമാണ്. അത് ഒരു പാർട്ടിക്കാരൻ എന്ന നിലയ്ക്കുള്ള നടപടിയെടുത്താണോ അതിന് പരിഹാരം കാണേണ്ടത്? ഇനി പോകട്ടെ, ഈ നടപടികളെല്ലാം എടുത്തതിന് ശേഷം ഇന്നിപ്പോൾ ന്യായീകരിക്കുന്നത് പിന്നെ എന്തിനാണ്? അത് ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ പ്രത്യേകത, ഇവിടെ ഇലക്ഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് പ്ലെബിസൈറ്റും റീകോളും ഇല്ല. ജനപ്രതിനിധികളെ തിരിച്ചു വിളിക്കാൻ ജനങ്ങൾക്ക് അധികാരം നൽകുന്ന ഒരു ജനാധിപത്യ സംവിധാനം ഇതുവരെ നമ്മുടെ രാജ്യത്തില്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട MLA രാജിവെക്കാത്തിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ നിയമസഭാ സമ്മേളനത്തിലോ MP-മാർക്ക് പാർലമെന്റ് സമ്മേളനത്തിലോ തടസ്സം ചെയ്യാൻ ഒരാൾക്കും അധികാരവും അവകാശവും ഇല്ല. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ട്, അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നടപടി ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അതിനപ്പുറത്ത് ആ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് തെളിയിക്കപ്പെട്ടാൽ, അദ്ദേഹത്തിനെതിരെ കേസുകൾ ചുമത്തപ്പെട്ടാൽ തുടർ നടപടികളിലേക്ക് പോകുമെന്നല്ലേ പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഡോക്ടർ ജിൻഡോ ജോൺ അങ്ങ് പറഞ്ഞത് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എന്ന് പറഞ്ഞതിന് ശേഷം പൊതുപ്രവർത്തകന്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ലാത്ത വീഴ്ചകൾ വന്നു എന്ന ബോധ്യത്തിൽ നിന്നാണ്. ഞാൻ ഇവിടെ എഴുതി വെക്കുകയായിരുന്നു അന്നത് വായിക്കുമ്പോൾ. അപ്പൊ പാർട്ടിക്ക് ബോധ്യമുണ്ട് വീഴ്ചകൾ വന്നു എന്ന്. അപ്പോൾ വീഴ്ച വന്നു എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് ഒരു പാർട്ടിക്കാരൻ എന്ന നിലയ്ക്കുള്ള നടപടി മാത്രം ഉണ്ടാകുക, ബാക്കി ജനങ്ങൾ സഹിച്ചോളൂ, റീകോൾ ഇല്ലല്ലോ എന്നാണോ? അല്ല, ജനങ്ങൾ സഹിച്ചോളൂ എന്നൊന്നും പറയാനായിട്ടുള്ള അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല ഞാനും, അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയും. കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ ജനങ്ങൾ സഹിച്ചോളൂ എന്നുള്ള നിലപാട് പറഞ്ഞിട്ടില്ലല്ലോ. കോൺഗ്രസ് പാർട്ടി അല്ലാതെ മറ്റേതെങ്കിലും പാർട്ടി ഇത്തരത്തിൽ നിലപാട് എടുക്കുമോ? ഇനി ഞാൻ ഒരു കാര്യം മാധവനോട് ചോദിക്കട്ടെ. കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയെ മാത്രം നമുക്ക് നന്നാക്കിയാൽ മതിയോ? കേരളത്തിലെ എല്ലാ പാർട്ടികളെയും പൊതുസമൂഹത്തിന്റെ ഭാഗം തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. അതിലുള്ള നേതാക്കന്മാർ മുഴുവൻ നമ്മൾ ഏതെങ്കിലും ഹാച്ചറിയിൽ വെച്ച് വിരിയിച്ചെടുക്കുന്ന ആളുകളൊന്നുമല്ല. പ്രത്യേകം നമ്മൾ പറയുന്ന അതേ ക്ലോണായിട്ട് വരാൻ എല്ലാ ആളുകൾക്കും ചില വീഴ്ചകളുണ്ടാവും, പരിമിതികളുണ്ടാവും, കുറവുകളുണ്ടാവും. രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ലല്ലോ, മത സാമുദായിക നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ വന്നിട്ടില്ലേ? അതുപോലെ തന്നെ പല മാധ്യമ പ്രവർത്തകരുടെയും പരാതികൾ വന്നിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നു? ഇത് മാത്രം ചർച്ച ചെയ്താൽ പോരാ, ഇതും ചർച്ച ചെയ്യണം. ഇതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകർ നേരിടുന്ന ഇത്തരം ആക്ഷേപങ്ങളും ലൈംഗിക അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടണം. അതെന്തുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടാത്തത്? കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ഈ നീതി ഒന്ന് ഉറപ്പാക്കണ്ടേ? വനിതാ മാധ്യമ പ്രവർത്തകരെല്ലാം 100% സംതൃപ്തിയോടുള്ള ജീവിതമാണോ നയിക്കുന്നത്? അങ്ങനെയുണ്ടോ? അപ്പൊ നമുക്ക് ചില പരിമിതികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നിട്ട് വേണം ഈ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും ഇന്ത്യയിൽ മറ്റൊരു പാർട്ടിയും എടുക്കാത്ത ശക്തമായ ഒരു നടപടി ഞങ്ങളുടെ നേതാവിനെതിരെ സ്വീകരിച്ചിരിക്കുന്നു. അതിനപ്പുറത്ത് അദ്ദേഹത്തിനെതിരെ പറഞ്ഞതിലൊന്നും ഒരു അക്ഷരം വ്യത്യാസത്തിലുള്ള അഭിപ്രായ വ്യത്യാസം എനിക്കില്ല തന്നെ ഡോക്ടർ ജിൻഡോ ജോൺ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണ് എന്നറിയാമോ? അങ്ങ് ഇപ്പോഴും ഇത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നം എന്ന നിലയ്ക്ക് അതിനെ അഡ്രസ് ചെയ്യുന്നു. കോൺഗ്രസിനെ മാത്രം നന്നാക്കിയാൽ മതിയോ എന്നങ്ങ് ചോദിക്കുന്നു. കോൺഗ്രസിനെ എന്നല്ല, ഈ നാട്ടിൽ ആരെയും ഒരു പ്രസ്ഥാനത്തെയും ഒരു പ്രത്യയശാസ്ത്രത്തെയും നന്നാക്കാം എന്നുള്ള മിഥ്യാബോധമൊന്നും അങ്ങേക്കോ എനിക്കോ മറ്റാർക്കും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം ആഭ്യന്തര വിഷയമായി അങ്ങ് അതിനെ കാണുന്നത് അങ്ങയുടെ രാഷ്ട്രീയ കൗശലമാണ്. ഇത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പുകളുടെ ജനങ്ങളുടെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഡോക്ടർ ജിൻഡോ ജോൺ. ഞാൻ നിങ്ങളുടെ പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ മാറ്റി നിർത്തി നിങ്ങളെന്താ മാറ്റി നിർത്താത്തെ എന്നല്ല ചോദിച്ചത്. ഞാൻ ചോദിച്ചത് പാലക്കാട്ടെ ജനങ്ങൾ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് അവരുടെ പ്രതിനിധിയെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത വീഴ്ചകൾ വന്നുവെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ ആ പ്രാതിനിധ്യത്തിന്റെ അതിന്റെ സാങ്ക്ടിറ്റിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതിന്റെ നേരത്തെ പറഞ്ഞല്ലോ റീകോൾ ഇല്ല എന്ന്, ആ പ്രാതിനിധ്യം കയ്യിൽ വെക്കാനുള്ള ഉളുപ്പിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ഡോക്ടർ ജിൻഡോ ജോൺ. അല്ല, അത് വ്യക്തിപരമായിട്ടുള്ള അത്തരം ആക്ഷേപങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹമാണ് സംസാരിക്കേണ്ടത്, മറുപടി പറഞ്ഞത്. ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഈ കാര്യത്തിലുള്ള സ്റ്റാൻഡിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം. നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ മോശപ്പെട്ട പ്രവൃത്തി ചെയ്ത ആൾ എന്ന് പറയുന്ന രീതിയിൽ വരിക. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരുടെ പരാതിയുള്ളത്? മാധു, ആരുടെ പരാതിയുള്ളത്? ആർക്കാ പരാതിയുള്ളത്? കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസിന് നമ്മുടെ മുമ്പിൽ വന്ന ചില ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ. ഇനി അങ്ങ് പറഞ്ഞു അങ്ങ് അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാനും രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് പറയാനുമാണ് വന്നത് എന്ന് ഡോക്ടർ ജിൻഡോ ജോൺ. അങ്ങയുടെ പാർട്ടിയാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ആളെ ഡിഫെൻഡ് ചെയ്യേണ്ട എന്ത് ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത്? അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട എന്ത് ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത്? അദ്ദേഹം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കട്ടെ എന്ന് പറയാനുള്ള എന്ത് ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളുടെ ആരാണ് അദ്ദേഹം?
അല്ല, അങ്ങനെയൊക്കെ ചോദിച്ച ഒറ്റ ഉത്തരേ എനിക്കുള്ളൂ. ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഫേസുകളിൽ ഒന്നായ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഇപ്പൊ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ മാറ്റി നിർത്തുമ്പോൾ തന്നെ ആ ചെറുപ്പക്കാരനെ മാത്രം തെരുവിൽ അങ്ങനെ വിവസ്ത്രമായിട്ട് നിർത്തി അങ്ങ് ആക്രമിക്കാൻ വിട്ടുതരില്ല എന്നുള്ളത് തന്നെ തീരുമാനം. ഇനി അതിനപ്പുറത്തൊരു കാര്യം കൂടിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് നിയമസഭയിൽ പ്രവേശിക്കാനുള്ളത് തടസ്സം ചെയ്യുന്നത് ആർക്കവിടെ നിർബന്ധം, ആർക്കവിടെ അധികാരമുള്ളത്? അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ അദ്ദേഹം നിയമസഭയിൽ പ്രവർത്തിക്കും, അദ്ദേഹം പ്രവേശിക്കും, ആ ക്രയവിക്രയങ്ങളിൽ ഇടപെടും. അതിന് തടസ്സം ചെയ്യാൻ ആർക്കും പറ്റില്ല. പിന്നെ അതിനപ്പുറത്ത് ആർക്കാ മാധു പരാതിയുള്ളത്? എന്താ തെളിവുള്ളത്? സുപ്രീം കോടതി പോലും പല വിധികളിലും പറഞ്ഞിട്ടുണ്ടല്ലോ, സ്ക്രീൻഷോട്ടുകളും ചാറ്റുകളും വോയിസ് ക്ലിപ്പുകളും അടിസ്ഥാന രേഖകളായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഈ പരാതി നമ്മളെല്ലാവരും ഈ അവസരം കൊടുത്തിരിക്കുന്ന ആർക്കാ? പരാതിക്കാർക്ക് ഒഫീഷ്യലി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ വിശ്വസിച്ചുകൊണ്ട് പരാതി കൊടുക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു കവറേജും കൊടുക്കാതെ അദ്ദേഹത്തെ ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്നു. ആ മാറ്റി നിർത്തിയിരിക്കുന്ന ആൾക്കെതിരെ പരാതി കൊടുക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ തന്നെ സംരക്ഷിക്കും, നിങ്ങൾ തന്നെ മാറ്റി നിർത്തും എന്ന് പറഞ്ഞതിന്റെ ആ ഇരട്ടത്താപ്പ് ഞാനൊന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഫേസ് ആണ്, നിങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഫേസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ ആ ചോദ്യം ചോദിക്കുന്നത്. പിന്നെ ആക്രമിക്കാൻ വിട്ടു നൽകില്ല എന്നുള്ള തീരുമാനം നിങ്ങൾക്ക് രാഷ്ട്രീയമായി എടുക്കാം, നിങ്ങൾ എടുത്തോളൂ. പിന്നെ ഈ MLA ആയതും അങ്ങ് നേരത്തെ പറഞ്ഞ വെച്ച് വിരിയിച്ചെടുത്തതല്ലോ അല്ലേ? MLA ആയത് നിങ്ങളുടെ പാർട്ടിയുടെ പേരിൽ തന്നെയാണല്ലോ. അപ്പൊ പാർട്ടിക്ക് അതിൽ യാതൊരു ഓണർഷിപ്പും ഇല്ല, അത് വ്യക്തിപരമായ തീരുമാനമാണ്. അതിന് വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹം മാത്രമാണ് മറുപടി പറയേണ്ടത് എന്നൊക്കെ പറയുന്നിടത്താണ് ഞാൻ ചോദിച്ചത്, അങ്ങ് നേരത്തെ പറഞ്ഞ പ്രയോഗം വെച്ച് വിരിയിച്ചെടുത്തതല്ലോ എന്ന്. ഡോക്ടർ ജിൻഡോ ജോൺ. മാധു, രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പ്രവേശിക്കാനുള്ള അവകാശത്തെ തടസ്സപ്പെടുത്തുന്നതിനെതിരെ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞത് അത് കൃത്യമായ രാഷ്ട്രീയ ബോധ്യമാണ്. കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമ്പോൾ അല്ലെങ്കിൽ സംഘടനാ നടപടി നേരിട്ട് നിൽക്കുമ്പോൾ പോലും അദ്ദേഹം ഈ രാജ്യത്തെ ഒരു പൗരനാണ്. അദ്ദേഹത്തിന് ഉറപ്പ് നൽകേണ്ട പൗരാവകാശങ്ങൾ ലംഘിക്കാൻ മറ്റൊരാൾക്കും അവകാശമില്ല. ഏതൊരു വ്യക്തിയുടെയും പൗരാവകാശം, പ്രതിയായിക്കോട്ടെ, വാദിയായിക്കോട്ടെ, ആരോപണ വിധേയനായിക്കോട്ടെ, അയാളുടെ പൗരാവകാശത്തെ നിഷേധിക്കാൻ മറ്റാർക്കും അവകാശമുള്ളത്? അപ്പൊ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് അതിനെക്കുറിച്ച് സംസാരിക്കും. അതിനെ നിങ്ങൾ പ്രതിരോധമെന്നോ കവചമെന്നോ എന്ത് വേണമെങ്കിലും പേരിട്ട് വിട്ടു. രണ്ടാമത്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വീഴ്ചയും മാധു ഞാൻ പൂർത്തിയാക്കിയിട്ട് താങ്കൾ ചോദിച്ചോളൂ. സ്വകാര്യമായ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഇടപെടലുകളുടെ ഉത്തരവാദിത്തം പാർട്ടിക്ക് അങ്ങനെ എങ്ങനെയാ? പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ആലോചിച്ചിട്ടാണോ ആരെങ്കിലും ഇത്തരം സ്വകാര്യ ഇടപെടലുകൾക്ക് പോകുന്നത്? അങ്ങനെ മുകേഷ് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ആലോചിച്ചിട്ടാണോ ബലാത്സംഗത്തിന് പോയത്? അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? ശശിയും PK ശശിയും ഒക്കെ പീഡനം നടത്തുന്നത് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയിൽ ആലോചിച്ചിട്ടാണോ? ഗണേഷും അല്ലെങ്കിൽ ശശീന്ദ്രനും ഒക്കെ ശശീന്ദ്രന്റെ പൂച്ചക്കുട്ടി സല്ലാപം നടത്തിയത് LDF-ൽ ആലോചിച്ചിട്ടാണോ? അപ്പൊ ഇതിന്റെയൊക്കെ എക്സ്റ്റൻഡഡ് ലൈബിലിറ്റി ഓരോ പാർട്ടിയിലേക്കും കൊടുക്കാൻ തീരുമാനിച്ചാൽ എനിക്കും ഒരുപാട് പറയേണ്ടി വരും. നമ്മൾ സന്തോഷിക്കട്ടെ ഡോക്ടർ ജിൻഡോ ജോൺ. പക്ഷെ എനിക്ക് അതിൽ ഒരു കാര്യം കൂടി അങ്ങോട്ട് കൂട്ടിച്ചേർക്കാനുണ്ട്. പൗരൻ എന്ന വ്യക്തിപരമായ അവകാശങ്ങളെ ആരെങ്കിലും മുടക്കാൻ ഇറങ്ങി തിരിച്ചാൽ ഞങ്ങൾ അതിന് വിട്ടുകൊടുക്കില്ല എന്ന് പറയുമ്പോൾ പൗരൻ എന്ന നിലയ്ക്കുള്ള അവകാശം മാത്രമല്ല ഒരു പ്രതിനിധിക്കുള്ളത്, അദ്ദേഹത്തിന് പ്രത്യേകമായ പ്രിവിലേജ് ഉണ്ട്. ഒരു പൗരനും നിയമസഭയിൽ പ്രവേശിക്കാൻ സാധാരണഗതിയിൽ നിയമസഭാ സമ്മേളനത്തിന്റെ ഭാഗമാകാനല്ലോ കഴിയുക, അതൊരു പ്രതിനിധിക്കാണ് കഴിയുക. ആ പ്രതിനിധിയുടെ ആ അവകാശത്തെ സംരക്ഷിക്കും എന്നാണ് നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞത്. പൗരന്റെ സ്വാഭാവിക അവകാശത്തെ സംരക്ഷിക്കും എന്നല്ല. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കടന്നു ചെല്ലാനുള്ള ആ അസംബ്ലിയുടെ മെമ്പർ എന്ന നിലയ്ക്കുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവകാശത്തെ സംരക്ഷിക്കും എന്ന് പറയുമ്പോൾ സാധാരണ പൗരന് അപ്പുറത്തുള്ള ഒരു അസംബ്ലി മെമ്പറുടെ പ്രിവിലേജിനെ സംരക്ഷിക്കും എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആ പ്രിവിലേജ് അദ്ദേഹത്തിന് കിട്ടിയത് നിങ്ങളുടെ പാർട്ടിയുടെ ബാനറിലാണ് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഡോക്ടർ ജിൻഡോ ജോൺ, ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. അഡ്വക്കേറ്റ് വി വി രാജേഷ് നോക്കൂ, ഞാൻ വരാം. MLA സ്ഥാനത്തിരിക്കുമ്പോൾ പ്രവേശിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കാൻ മാധുവിനെ എനിക്കോ സാധിക്കില്ല. പ്രവേശിക്കാനുള്ള അവകാശം നേരത്തെ പറഞ്ഞ വെച്ചുവിരിയിക്കുന്ന ഇടത്തുനിന്ന് കിട്ടിയതല്ല, അതിൽ പാർട്ടിക്കൊരു ഓണർഷിപ്പ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഡോക്ടർ ജിൻഡോ ജോൺ, നിങ്ങളുടെ MLA-ക്ക് മുകളിൽ എന്നാണ് പറയുന്നത്? അയാൾ ചെയ്യുന്ന സ്വകാര്യ ചാറ്റുകൾക്ക് ഓണർഷിപ്പ് ഉണ്ടോ? ആ സ്വകാര്യ ചാറ്റുകൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ബാധിച്ചത്? ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് അതിനെ വിശ്വസിച്ച് മാറ്റി നിർത്താനുള്ള അദ്ദേഹത്തിന്റെ ആ സ്വകാര്യമായ അങ്ങ് പറയുന്ന വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഇടപെടലുകൾ ഏതു രാഷ്ട്രീയ പാർട്ടിയാണ് ബാധിച്ചത്? BJP-യോ CPM-നെയാണോ? ആണോ? വ്യക്തിപരമായ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളുടെ മുഴുവൻ ഇടപാടുകളിൽ ക്യാമറ വെച്ചിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകയല്ല. അല്ലല്ല, ഞാൻ
രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് വളരെ അങ്ങ് പ്രകോപിതനാകേണ്ടതില്ല ഡോക്ടർ ജിൻഡോ ജോൺ. ഞാൻ വളരെ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ കാര്യങ്ങളിലേക്ക് ഈ ചർച്ചയിൽ കടന്നു പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ ആ തരത്തിലോ അങ്ങ് ഉദ്ദേശിക്കുന്ന ആ പട്ടികയിലോ പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകയെ അല്ല. അങ്ങ് അത് എനിക്ക് അങ്ങയോട് ആ കാര്യത്തിലൊക്കെ അങ്ങ് പറയുന്ന അതേ അഭിപ്രായങ്ങളാണ് എനിക്കുമുള്ളത് എന്ന് ഞാൻ പറയുന്നു. എനിക്ക് അങ്ങ് പറഞ്ഞതിൽ വിയോജിപ്പില്ല. അതൊക്കെ ശരിയാണ്, അതൊക്കെ അങ്ങ് പറയുന്നത് ശരിയാണ്. എനിക്കതിൽ തർക്കമില്ല ഡോക്ടർ ജിൻഡോ ജോൺ. എനിക്കതിൽ തർക്കമില്ല ഡോക്ടർ ജിൻഡോ ജോൺ. എനിക്ക് തർക്കമില്ലെന്നേ. ഞാൻ ഈ ചർച്ചയുടെ തലക്കെട്ട് എന്താണ് എന്ന് കൃത്യമായി KPCCയുടെ മാധ്യമ വിഭാഗത്തിൽ അറിയിച്ചതിന് ശേഷമാണ് അങ്ങേ ചർച്ചയ്ക്ക് വിളിച്ചത്. KPCCയുടെ മാധ്യമ വിഭാഗത്തിൽ നിന്ന് നിങ്ങൾ ഇത് വളരെ സംയുക്തമായി ഈ വിഷയങ്ങൾ മുഴുവൻ ചർച്ചയ്ക്കെടുക്കുകയാണെങ്കിലേ ഞങ്ങളുടെ പാനലിസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്നൊരു അറിയിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങ് പറഞ്ഞതുപോലെ ആ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷേ ഇന്നത്തെ എന്റെ വിഷയം ഞാൻ കൃത്യമായി അങ്ങയുടെ അങ്ങയുടെ KPCCയുടെ മാധ്യമ വിഭാഗത്തെ അറിയിച്ചതിന് ശേഷമാണ് എടുത്തത് എന്നേ ഉള്ളൂ. മുകേഷിന്റെ ശശീന്ദ്രന്റെ PK ശശിയുടെ P ശശിയുടെ ഒക്കെ വിഷയം വന്നപ്പോൾ മാറി നിന്ന പോലെ ഈ വിഷയത്തിൽ കോൺഗ്രസിന് ഒരു പ്രതിനിധി പോലും മാറി നിന്നില്ല. ഞാൻ തയ്യാറാണ് ഡോക്ടർ ജിൻഡോ ജോൺ. അങ്ങേക്ക് അത് പറഞ്ഞ ഈ വിഷയത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ കഴിയില്ല. കാരണം ഞാൻ ഇന്നത്തെ ചർച്ച എന്താണ് എന്ന് കൃത്യമായി ഡോക്ടർ ജിൻഡോ ജോണിനെയും അങ്ങയുടെ മാധ്യമ വിഭാഗത്തെയും അറിയിച്ചതിന് ശേഷം തന്നെയാണ് ഈ ചർച്ചയുടെ തലക്കെട്ട് തീരുമാനിക്കുകയും അത് നിങ്ങളെ അറിയിക്കുകയും ഈ ചർച്ചയിലേക്ക് വിളിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ വിഷയം കൂടി ചർച്ച ചെയ്യുകയാണെങ്കിൽ, ഈ വിഷയത്തിലേക്ക് കൂടി പോവുകയാണെങ്കിൽ ഞങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയുള്ളൂ എന്ന് KPCC ഒരു നിലപാടെടുക്കാത്ത സ്ഥിതിക്ക് അങ്ങേക്ക് അതിനോട് വിയോജിക്കാൻ കഴിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അഡ്വക്കേറ്റ് VV രാജേഷ്, ഈ വിഷയത്തിൽ ജനപ്രതിനിധിയുടെ അവകാശമാണ്. പരാതിയുണ്ടോ, പേപ്പറുണ്ടോ, ഏതെങ്കിലും ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുത്ത പരാതിയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ആണ് ചോദിക്കുന്നത്. അപ്പോ ഈ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജനാധിപത്യത്തിൽ തിരിച്ചു വിളിക്കാനുള്ള അധികാരാവകാശങ്ങൾ ജനങ്ങളിൽ നിക്ഷിപ്തമല്ല എന്നതുകൊണ്ട് തന്നെ ഒരു MLA എന്ന നിലയ്ക്ക് അദ്ദേഹം ഇതിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നത് അദ്ദേഹത്തിന്റെ വളരെ വ്യക്തിപരമായ അവകാശമാണ് എന്നെങ്ങനെയാണ് കാണാൻ കഴിയുക? അപ്പൊ ഈ പാർട്ടിക്കോ അതിന്റെ രാഷ്ട്രീയ സംവിധാനത്തിലോ അതിൽ ഒരു ഓണർഷിപ്പുമില്ലേ, ഒരു കമാൻഡുമില്ലേ? തീർച്ചയായിട്ടും മാധു, ഈ വിഷയം ഞാൻ വളരെ സൂക്ഷിച്ചാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ പൊളിറ്റിക്കൽ ആംഗിൾ മാത്രമാണ് ഞാൻ ചർച്ച ചെയ്യേണ്ടി വന്നത്. കാരണം ഈ സോളാർ കേസും സ്വർണ്ണക്കടത്ത് കേസും ഒക്കെ ചർച്ച ചെയ്തതിൻ്റെ ക്ഷീണം തന്നെ കേരളത്തിന് മാറിയിട്ടില്ല. ആ കേസ് ഒരുപാട് ചർച്ച ചെയ്തപ്പോഴേക്കും കുടുംബ പ്രേക്ഷകർ പോലും ചാനൽ ചർച്ചകളിൽ നിന്നും ഒഴിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് പൊതുസമൂഹത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച വിവരം. എന്ന് വെച്ചാൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടെന്നല്ല, പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ കേൾക്കുകയായിരുന്നു. അതായത് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരെക്കുറിച്ച് മുഴുവനും ഒരു കേരള സമൂഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു ഇംപ്രഷനുണ്ട്. ഇതിനെ ആളിക്കത്തിക്കാനാണ് കോൺഗ്രസ്, അതാണ് അവരുടെ ഡിഫൻസ്. ഇപ്പോൾ കുറേ പേരുകൾ നിരത്തി, CPMൻ്റെ ഭാഗത്തു നിന്നുള്ള കുറേ നേതാക്കന്മാരുടെ പേരുകൾ നിരത്തി. ഇതാണ് അവരുടെ ഡിഫൻസ്. അതായത് അവരുടെ MLA അസംബ്ലിയിൽ വരുമ്പോഴേക്കും നിങ്ങൾ പ്രതിഷേധിച്ചാൽ ഞങ്ങൾ കൊല്ലത്തുനിന്നുള്ള LDFൻ്റെ MLA വെച്ച് ചെക്ക് വയ്ക്കുകയാണ്. പിന്നെ കുറേ പേരുകൾ പറഞ്ഞു. അപ്പോൾ ഇന്നലെ തന്നെ കോൺഗ്രസിൻ്റെ തീരുമാനം കൃത്യമായി. അടൂർ പ്രകാശ് പറഞ്ഞ എന്താണ്, അപ്പുറത്ത് മുകേഷൊക്കെ ഇരിക്കുകയല്ലേ, മുകേഷിലേക്ക് നോക്കിയവർക്ക് ചിരിച്ചുകൊണ്ടിരിക്കാമല്ലോ. MM ഹസൻ പറയുന്നു, ശ്രീ സണ്ണി ജോസഫ് പറയുന്നു. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി എന്തു ചെയ്താലും നമ്മളെപ്പോലുള്ളവർക്ക്, ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് പ്രശ്നമില്ല. കോൺഗ്രസ് പാർട്ടിയുടെ രീതിയിൽ പ്രവർത്തി. പക്ഷേ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഭരണപക്ഷത്തോട് പറയുന്നത് പോലെ ചില കാര്യങ്ങൾ പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതായത് ഒരു ജനാധിപത്യത്തിൽ ഒരു കറക്റ്റീവ് ഫോഴ്സാണ് പ്രതിപക്ഷം. ഇവിടെ കഴിഞ്ഞ കുറേ കാലമായി പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഞങ്ങളോടൊക്കെ തന്നെ ഉത്തരവാദിത്വമുണ്ട്, VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക്. എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ കണ്ടുവരുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെ ഒറ്റയ്ക്കുള്ള സംഭാഷണങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന ഒരു കാര്യം, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരെയൊക്കെ തന്നെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തെ സതീശന് ശേഷമുള്ളവരും ഹൈജാക്ക് ചെയ്യുന്ന ഒരു കൾച്ചർ വന്നിരിക്കുന്നു. ആ സമ്മർദ്ദത്തിലാണ് കോൺഗ്രസ് ഉൾപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ട് 1-2 ഫോൺ കോളിന് ശേഷം ശ്രീമതി പത്മജ വേണുഗോപാൽ പറഞ്ഞതുപോലെ ഒരു ഫോൺ കോളിന് ശേഷം എന്തുകൊണ്ട് VD സതീശൻ U-ടേൺ വരുന്നു? മറ്റുള്ള പല കോൺഗ്രസ് നേതാക്കന്മാർക്കും വനിതാ കോൺഗ്രസ് നേതാക്കന്മാർക്കുൾപ്പെടെ അവർ പറഞ്ഞ വാക്കുകൾ പിൻവലിക്കേണ്ടി വരുന്നു, രാജി ആവശ്യം പിൻവലിക്കേണ്ടി വരുന്നു. ഇവിടെയാണ് കോൺഗ്രസ് ഉള്ളിൽ ഒരു സമ്മർദ്ദ ടീം
വരുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തെ ചെരുപ്പെറിഞ്ഞ കല്ലെറിഞ്ഞ സംഭവമൊക്കെ നമുക്കറിയാം. കോൺഗ്രസിനെ പോലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും വടകര ഷാഫി പറമ്പിലിനെ തടഞ്ഞപ്പോൾ പ്രതികരിച്ചതുപോലെ അന്ന് പ്രതികരിച്ചില്ല. ഉമാ തോമസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെ ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പ്രതികരിച്ചപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും പി ടി തോമസിൻ്റെ ഭാര്യ കൂടിയായിട്ടുള്ള ഉമാ തോമസിനെതിരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ കോൺഗ്രസിൻ്റെ സൈബർ സംഘങ്ങൾ വിമർശനം ഉന്നയിക്കുന്നു. ഇതേ പ്രവർത്തനമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടത്തിയപ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കുവാൻ വേണ്ടി അവിടെ കണ്ടത്. അതായത് കോൺഗ്രസിന് ഉള്ളിൽ, ഞാൻ അടിവരയിട്ട് പറയുന്നു, കോൺഗ്രസിനുള്ളിൽ ഷാഫി പറമ്പിലിൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു സമ്മർദ്ദ ഗ്രൂപ്പ് കോൺഗ്രസിനുള്ളിൽ വളർന്നു വന്നിട്ട് കാലങ്ങളായി. വി ഡി സതീശനാണ് ആ പൊളിറ്റിക്കൽ വി ഡി സതീശന് മുതിർന്ന നേതാക്കന്മാരെ സൈഡ്ലൈൻ ചെയ്യുവാനും വി ഡി സതീശൻ്റെ സ്ഥാനം ഉറപ്പിക്കുവാനും വേണ്ടി ഇവരെ പാലൂട്ടി വളർത്തേണ്ട ഒരവസ്ഥ വി ഡി സതീശന് വന്നിരിക്കുന്നു. ആ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പിൻബലത്തോടെയുള്ള ഗ്രൂപ്പിൻ്റെ സമ്മർദ്ദ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കോൺഗ്രസിന് എടുക്കേണ്ടി വന്നത്. എന്തുകൊണ്ട്? ശ്രീ വി വി രാജേഷ്, ഇപ്പോ ഇതൊരു ക്രൈമുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഇതൊരാളുടെ വ്യക്തിപരമായ കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഗുരുതരമായി ബാധിച്ചപ്പോഴൊക്കെയുള്ള ഒരു വിഷയമാണ്. ഇതിലേക്ക് എന്തിനാണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം, വർഗീയത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? അപ്പൊ നിങ്ങൾക്ക് അതിൽ കൃത്യമായ രാഷ്ട്രീയ താല്പര്യമാണ്? ഞാനതിലേക്ക് വരാം. അതായത് ഷാഫി പറമ്പലിനെ വടകരയിൽ തടഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ രീതി പ്രതികരിക്കാം. തടഞ്ഞപ്പോഴേക്കും ഉണ്ടായ പ്രതികരണം സ്വാഭാവികമായ, നമ്മളെല്ലാവരും നെല്ലരി ആഹാരം കഴിക്കുന്നവരല്ലേ, സ്വാഭാവികമായ കോൺഗ്രസിന്റെ പ്രതികരണമായിരുന്നില്ല. ഞാൻ സിമ്പിളായിട്ട് വേറൊന്നും ചോദിക്കട്ടെ. കെ കരുണാകരന്റെ പത്നിയെ അധിക്ഷേപിച്ചുകൊണ്ട് പത്മജയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തപ്പോഴേക്കും ഒന്ന് ഞരങ്ങാൻ പോലും കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ ആരും തയ്യാറായില്ല. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ തലമുറയുള്ള ചെറുപ്പക്കാരൊഴികെ മറ്റ് ആരെടുത്താലും കെ കരുണാകരൻ്റെ വീട്ടിൽ നിന്നും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാത്ത കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. വെളുപ്പിന് 5 മണിക്ക് കെ കരുണാകരൻ ഉറങ്ങിക്കിടക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി, അദ്ദേഹം ഉറക്കം എഴുന്നേറ്റില്ലെങ്കിൽ വേണ്ട, മുഖത്ത് നോക്കി സീറ്റ് ചോദിച്ചാൽ കിട്ടുമെന്ന് ജോത്സ്യൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഉറങ്ങിക്കിടന്ന കരുണാകരൻ്റെ മുഖത്ത് നിന്നും ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ മുഖം നോക്കി സീറ്റ് ചോദിച്ച് എംപിയും MLA യുമായ കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. പക്ഷേ പത്മജയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യപ്പോഴേക്കും ഒന്ന് ഞരങ്ങുവാൻ പോലുമുള്ള, ഒന്ന് പ്രതിഷേധിക്കുവാൻ പോലുമുള്ള ഒരു ശേഷി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ഉണ്ടാകാത്തത് കോൺഗ്രസിനുള്ളിൽ അങ്ങനെ ഞരങ്ങുകയോ മൂളുകയോ ചെയ്താൽ ഈ സമ്മർദ്ദ ഗ്രൂപ്പിന്റെ അവരുടെ തന്ത്രങ്ങളിൽ പെട്ടുപോകും. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആധികാരികമായ വിമർശനം ഉന്നയിക്കേണ്ട ഒരാൾ കെ മുരളീധരനായിരുന്നു. ഞാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആരുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ശരി, അല്ല, നമ്മൾ ആ വിഷയത്തിൽ നിന്ന് ഒരുപാട് വഴുതി പോകുന്നുണ്ട്. ഇതിനകത്ത് അതിപ്പോ ഷാഫി പറമ്പിൽ MPയെ വഴിയിൽ തടയുക എന്ന് പറയുമ്പോൾ ആ സമയത്ത് വലിയ പ്രതികരണമൊന്നും ഉണ്ടായില്ല. അതിനുശേഷം രാത്രി ഉണ്ടായ നൈറ്റ് മാർച്ച് നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഷാഫി പറമ്പിൽ താങ്കൾ പാലക്കാട് വന്നിരുന്നോ? വന്നിരുന്നല്ലോ ഉപതെരഞ്ഞെടുപ്പ്, നമ്മളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. പാലക്കാട് ഞാൻ മുമ്പ് യാത്ര ചെയ്തു, ഞാൻ ഒരുപാട് പാലക്കാട് യാത്ര ചെയ്തിട്ടുണ്ട്. പാലക്കാടത്തെ പഞ്ചായത്തുകൾ നടന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കോൺഗ്രസ് ആയിരുന്നില്ല നയിച്ചത്. പാലക്കാടത്തെ പഞ്ചായത്തുകൾ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും മുനിസിപ്പാലിറ്റിയിലെ ചില പോക്കറ്റുകൾ നടന്ന പ്രവർത്തനവും നയിച്ചിരുന്നത് PDPയുടെയും NDFന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും പണിയെടുത്ത ഇടമാണ് പാലക്കാട്. മാധു അംഗീകരിക്കുന്നോ ഇല്ലെന്നുള്ള എന്റെ പ്രശ്നമേ അല്ല. ഞാൻ ഇവിടെ വന്നിരുന്നോ പിന്നെ മാധു അംഗീകരിക്കാതിരിക്കോ? താങ്കൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള പറയണ്ടേ? ഞാൻ വന്നോന്ന് ചോദിച്ചാൽ എന്തിനാ? ഞാൻ താങ്കളുടെ അഭിപ്രായം താങ്കൾ പറഞ്ഞോളൂ. അതായത് കോൺഗ്രസിനുള്ളിൽ എന്തുകൊണ്ടാണ് ഈ രമേശ് ചെന്നിത്തല രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കണമെന്ന് പറഞ്ഞു? കോൺഗ്രസിന്റെ ഏറെക്കുറെ എല്ലാ നേതാക്കന്മാരും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ നിമിഷങ്ങൾ കൊണ്ട് അവർക്ക് ആ തീരുമാനത്തിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ MLA തടഞ്ഞാൽ ഞങ്ങൾ മുകേഷിനെ ഉൾപ്പെടെ ഉള്ളവരെ അവരുടെ ഉൾപ്പെടെ വിഷയങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുമെന്ന് പറയേണ്ടി വന്ന സാഹചര്യം എന്താണ്? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സമ്മർദ്ദ ഗ്രൂപ്പ് വളർന്നു വരുന്നത്. ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഇക്കാര്യങ്ങളെ ഈ പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ഇന്നിപ്പോൾ ലക്ഷ്മി പത്മ പറഞ്ഞിട്ടുണ്ടല്ലോ. ലക്ഷ്മി പത്മ എന്ന താങ്കളെപ്പോലുള്ള ഒരു മാധ്യമ പ്രവർത്തക ഇന്ന് അവർ ലൈവിലും പറഞ്ഞു, അവരുടെ FB പോസ്റ്റിലും പറഞ്ഞു, ഞാൻ ആ പെൺകുട്ടിയെ നേരിട്ട് കണ്ടു, അവളുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ കശക്കി എറിഞ്ഞവരുടെ സ്വാതന്ത്ര്യം, ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹത്തിന്റെ അസംബ്ലിയിൽ വരാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ കശക്കി എറിയപ്പെട്ട പെൺകുട്ടികളുടെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഈ നാട്ടിലെ പ്രതിപക്ഷ പാർട്ടി എന്തേ ചിന്തിക്കുന്നില്ല? തന്റെ മകളെ പോലെയാണ് എന്ന് പറഞ്ഞ വി ഡി സതീശൻ എന്തേ ഈ പെൺകുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കും? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ, ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടാക്കിയ രാഷ്ട്രീയ കോലാഹലം കേരളത്തിൽ എത്രത്തോളമാണ് എന്നുള്ളത് അറിയാം. അതിന് പുറത്തു വരുന്നതും അല്ലാത്തതുമായ, സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രം ചർച്ച ചെയ്യപ്പെടുന്നതുമായ തലങ്ങളും എത്രയാണ് എന്നുള്ളത് അറിയാം. അതിനിടയിൽ ഈ
ഒരിക്കൽ തള്ളിപ്പറയുന്നു. മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അദ്ദേഹം വാർത്താ സമ്മേളനത്തിന് ഒരു പരിപാടിയിലേക്ക് പോകുന്നതിന് മുമ്പ് മാധ്യമങ്ങളെ കാണുമ്പോൾ ഞാൻ പറഞ്ഞിട്ടേ പോകൂ, തിരിച്ചു വന്നിട്ട് മുഖം നോക്കാതെ നടപടിയെടുത്തിരിക്കും എന്ന് പറയുന്നു. അത് പക്ഷേ പിന്നീട് അതിൽ നിന്ന് പിൻവാങ്ങി പോകേണ്ടി വരുന്നു. ഒരാൾക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം അല്ലെങ്കിൽ മെമ്പർഷിപ്പിൽ നിന്നുള്ള സസ്പെൻഷൻ എന്ന് പറയുന്നത് അത്ര കടുത്ത നടപടി എന്ന നിലയ്ക്കൊന്നും എടുക്കാൻ കഴിയില്ല. കാരണം അതുണ്ടാക്കിയ കോലാഹലം അത്ര ആയിരുന്നില്ല. അവിടെ നിന്ന് പിൻവാങ്ങി പോകേണ്ടതിന്റെ പേരിൽ ഇപ്പോൾ BJP ഉന്നയിക്കുന്ന വിമർശനം കേട്ടല്ലോ. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന സമ്മർദ്ദ ശക്തിയാണ് കോൺഗ്രസിനെ കൊണ്ട് ആ തീരുമാനം തിരികെ എടുപ്പിച്ചത് എന്നുള്ള ആരോപണങ്ങൾ വരെ എത്തി നിൽക്കുകയാണ്. അതിനിടയിലാണ് വളരെ വ്യക്തിപരമായ കാര്യങ്ങളിലുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ കൂടി വരുന്നത്. എന്തിനാണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വലിയ പ്രതിരോധ നിര ഇപ്പോഴുണ്ടാക്കിയെടുക്കുന്നത് എന്നാണ് ഇടത് വിചാരിക്കുന്നത്? ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ഞാൻ എന്ത് വിചാരിക്കുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഒന്നാമത്തെ കാര്യം, മാധുവിൻ്റെ പ്രായത്തിലുള്ളവരും എൻ്റെ പെൺകുട്ടികളുടെ പ്രായത്തിലുള്ളവരുമായിട്ടുള്ള ഈ സീരിയൽ സെക്ഷൽ പ്രിഡേറ്ററുടെ ക്രൂരതകൾക്ക് വിധേയരായിട്ടുള്ള ധാരാളം പെൺകുട്ടികൾ ഈ ചർച്ചയും ഇപ്പോഴല്ലെങ്കിൽ നാളെ രാവിലെയും കാണുമെന്നുള്ളത് കൊണ്ട് ഇതിനകത്ത് ഒരു വാക്ക് പോലും ഒരു ശബ്ദം പോലും അവർക്ക് ആർക്കെങ്കിലും ഉണ്ടാവാൻ പാടില്ല എന്ന് നിർബന്ധം എനിക്കുണ്ട്. എല്ലാവരും അതിനോട് സഹകരിക്കണം എന്നാണ് ആദ്യം പറയാനുള്ളത്. ഈ വിഷയം റിനി എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ തന്നെ പ്രവർത്തകയായിട്ടുള്ള കോൺഗ്രസ് കുടുംബാംഗമായിട്ടുള്ള കുട്ടി പറഞ്ഞതിൻ്റെ പിറ്റന്നാൾ ഓഗസ്റ്റ് 21 ഡോക്ടർ ജിൻഡോ ജോൺ അദ്ദേഹത്തിൻ്റെ FBയിൽ പറഞ്ഞ ആ ജിൻഡോ ജോൺ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ആ ജിൻഡോവിനോട് തന്നെ സംസാരിക്കാനാണ് എനിക്കിഷ്ടം. ആ ജിൻഡോവിനെ ബഹുമാനിക്കാനും സ്നേഹിക്കാനുമാണ് എനിക്കിഷ്ടം. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഏതൊക്കെയോ തരത്തിലുള്ള സമ്മർദ്ദങ്ങളോ ഇതിനെ പൊളിറ്റിക്കലായിട്ട് വേറൊരു ഫ്രണ്ട് ഒരുപക്ഷെ അവരുടെ അഡ്വാൻറ്റേജിന് ഉപയോഗിക്കുന്നു എന്നുള്ള തോന്നലിൽ നിന്നോ ആവാം ഇന്ന് ഈ ചർച്ചയിൽ അത്ര സേഫ് അല്ലാതെ ജിൻഡോ സംസാരിക്കുന്നത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു 1-2 ദിവസത്തിനിടയ്ക്ക് ഓഗസ്റ്റ് 21 ജിൻഡോയിലേക്ക് തന്നെ ജിൻഡോവിന് തിരിച്ചു പോകാൻ പറ്റും. മാധു ഇപ്പോൾ പറഞ്ഞതുപോലെ അന്ന് പത്രക്കാരെ കണ്ടിട്ട് അങ്ങനെ ഒരാൾ കോൺഗ്രസിൽ ഉണ്ടാവില്ല, അയാൾക്കെതിരെ നടപടി എടുത്തിരിക്കും, അത് ഞാൻ തന്നെ ഉറപ്പുവരുത്തുമെന്ന് ഉറച്ചു പറഞ്ഞ VD സതീശന്റെ ശബ്ദം തന്നെ, ഉമാ തോമസിന്റെ ശബ്ദം തന്നെ, ഷാനിമോൾ ഉസ്മാന്റെ ശബ്ദം തന്നെ കേരളത്തിലെ കോൺഗ്രസിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്കറിയാം ഈ വിഷയത്തിലുള്ള സിനാരിയോ കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ്. ഏതാണ് ആ പരാതിക്കാരി, അങ്ങനെ ഒരു പരാതിക്കാരി ഉണ്ടോ, അങ്ങനെ ഒരു ശബ്ദമുണ്ടോ, ഫോഴ്സ്ഡ് അബോർഷൻ നടന്നിട്ടുണ്ടോ എന്നൊക്കെ MMSനെ പോലുള്ള 70-80 പ്രായമെത്തിയ ആളും അടൂർ പ്രകാശിനെ പോലുള്ള മുത്തച്ഛന്മാരും വന്ന് ചോദിക്കുന്നിടത്താണ് ലക്ഷ്മി പത്മ എന്നുള്ള ഞാനും നിങ്ങളും എല്ലാവരും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന വളരെ സീനിയറായ ഒരു ജേർണലിസ്റ്റ്, ഒരു തരത്തിലും CPM പക്ഷപാതി എന്നൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത ഒരു ജേർണലിസ്റ്റ്, ഞാൻ അവളെ കണ്ടുവെന്നും അവളിപ്പോൾ കടന്നു പോകുന്ന ട്രോമ എന്നുള്ളത് സൗഹൃദം, പ്രണയം, സെക്സ്പ്ലോയിറ്റേഷൻ, അതിനുശേഷമുള്ള റിജക്ഷൻ, ഫോഴ്സ്ഡ് അബോർഷൻ, അവരുടെ കുടുംബത്തിലുണ്ടായിട്ടുള്ള അവരുടെ ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിനുശേഷമുള്ള മെഡിക്കൽ കെയർ കിട്ടാത്തതുകൊണ്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾ, അതിഭീകരമായ മാനസിക ട്രോമ, അതിനുശേഷം ഈ പെർപെട്രേറ്റർ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് തന്നെ ലക്ഷ്മി പത്മ എഴുതുന്നു, അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ നടത്തുന്ന ക്യാമ്പയിൻ, സ്ലഡ് ഷെയ്മിങ്, ഇതിനെല്ലാം മുന്നിൽ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരു ജീവൻ ഞാൻ അങ്ങനെ തന്നെ കാണുന്നു. ഒരു ജീവൻ, ഒരു സ്ത്രീ എന്നുള്ളതിനേക്കാൾ കോൺഗ്രസിന് ദോഷമോ ഇടതുപക്ഷത്തിന് ഗുണമോ വരുന്ന ഒരു ഇഷ്യൂ എന്നുള്ളതിനേക്കാൾ ഒരു ജീവൻ ഏത് നിമിഷവും നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ മുന്നിൽ നിന്ന് ഇല്ലാതായി പോയേക്കാമെന്ന് ഞാനടക്കമുള്ള ആളുകൾ ഭയക്കുന്ന അത്തരത്തിലുള്ള ജീവനുകളെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. ജിൻഡോ ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നു, റേപ്പ് കേസിൽ അക്യൂസ്ഡ് ആണ് എന്നുള്ളത് കൊണ്ട് ഒരാൾ MLA ആയിരിക്കുക എന്നുള്ളതിനോട് എന്നുള്ള കാര്യത്തിനോട് അവർക്ക് വിയോജിപ്പില്ല. കോൺഗ്രസിന്റെ 2 MLA കേരള നിയമസഭയിൽ ഇരിക്കുന്നുണ്ട്, CPMന്റെ 1 MLA ഇരിക്കുന്നുണ്ട്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ, ഇടതുപക്ഷത്തിന്റെ കൂടെ സംസാരിക്കുകയും നിൽക്കുകയും ചെയ്യുന്ന ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, M മുകേഷ് MLA ആയിരിക്കാൻ യോഗ്യനല്ല, അദ്ദേഹം രാജിവെക്കണം എന്നുള്ളത്. ഇത് സിനിമയിലും സ്കൂളിലും മീഡിയയിലും പാർട്ടിയിലും എല്ലായിടത്തും നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഈ കാര്യത്തിൽ 100% ശുദ്ധമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാനടക്കമുള്ള ആളുകൾ പോലും ഈ കാര്യത്തിൽ സ്ത്രീകളുടെ അഭിമാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും കാര്യത്തിൽ ഈ ഒരു സിസ്റ്റത്തിൽ കൾച്ചറിൽ വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ജീവിച്ചു വന്നിട്ടുള്ള ആളുകൾ എന്ന രീതിയിൽ സംശുദ്ധരാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഈ കാലം അത്രയും കേരളത്തിൽ നമ്മൾ കേട്ടിട്ടില്ല. ഈ വിഷയം വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നൗഷാദ് അലിയാണ് ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത്, PT ചാക്കോ മുതൽ
നമ്മുടെ തൊട്ടിൽപ്പാലത്തിനടുത്തുള്ള PT ചാക്കോ നഗർ എന്ന് പറയുന്ന അവിടെ വെച്ച് അന്തരിച്ച് ഹൃദയാഘാതം വന്ന് മരിച്ച് കേരള കോൺഗ്രസ് ഉണ്ടാവുന്നതിന് കാരണമായ PT ചാക്കോ മുതൽ കേരളത്തിലെ കോൺഗ്രസിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ മാതൃകാപരമായി അവർ നിലപാടെടുത്ത് എന്താ പറയാ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ വിഷയത്തിൽ ഡോക്ടർ പ്രേംകുമാർ, പക്ഷെ അത് നോക്കുമ്പം ലക്ഷ്മിയുടെ കാര്യം അങ്ങ് ആവർത്തിച്ചു പറയുന്നു. ലക്ഷ്മിക്ക് അതിൽ നിക്ഷിപ്തമായ താല്പര്യമുണ്ട്, ലക്ഷ്മി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ സൈബർ ആക്രമണമുണ്ട്. 2 ദിവസത്തിനുള്ളിൽ അവർക്കെതിരെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലുള്ള സൈബർ ആക്രമണമുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ സൈബർ ഇടങ്ങളിൽ നിന്ന് തന്നെയാണ്. അതിലെനിക്ക് ഒരു പരിധിവരെ ഈ വാർത്തയുടെ ഉറവിടം ഇത് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയതും ഈ സൈബർ ഇടത്താണ് എന്നുള്ളത് കൊണ്ട് ആ മേഖല അങ്ങനെ തള്ളിപ്പറയാനൊന്നും കഴിയില്ല. ഇത് എവിടെ തുടങ്ങും, ഇതെല്ലാവർക്കും അറിയാം എന്ന നിലയ്ക്ക് ഇരുന്നപ്പോൾ പോലും എവിടെ തുടങ്ങും എന്ന് പറയുമ്പോൾ ആ തുടക്കം ഉണ്ടാകുന്നത് അവിടെ നിന്ന് തന്നെയായിരുന്നു. അത് പിന്നീട് ആളിപ്പടരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അവിടങ്ങളിൽ നിന്ന് തന്നെ അവർക്കെതിരെ ഇത് നോക്കുന്നത് ആരെ വിശ്വസിക്കും, ഇതിൽ ആരെ വിശ്വസിക്കും എന്ന് പറയുന്ന തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ദിവസവും ഓരോ വെളിപ്പെടുത്തൽ എന്ന നിലയ്ക്ക് വരികയാണ്. ഇതിനപ്പുറത്ത് അങ്ങ് നേരത്തെ പറഞ്ഞില്ലേ, വളരെ നിസ്സഹായമായ ഒരു ജീവൻ എന്ന് പറയുന്ന ഒരു അല്പപ്രാണി എന്ന നിലയ്ക്ക് വെളിച്ചം വരുന്നതെല്ലാം മാറി നിൽക്കുന്ന ഒരു ജീവൻ എന്നതിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് പോലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത ഒരാളെ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? തീർന്നു എന്ന് വിചാരിക്കുന്നിടത്തേക്ക് വീണ്ടും വീണ്ടും ഈ വെളിച്ചത്തേക്ക് വലിച്ചിടാനുള്ള ത്വര കാണാൻ കഴിയുന്നുണ്ടോ? അല്ല, വെളിച്ചത്തേക്ക് വലിച്ചിടാനും അത് ആരാണെന്ന് അറിയാനുള്ള ത്വരയോടൊപ്പം തന്നെ അതിനേക്കാൾ പ്രധാനമാണ് അങ്ങനെ ഒരു ജീവനെ, അങ്ങനെ ഒരാളിനെ ചേർത്ത് നിർത്തുക എന്നുള്ളത്. ആ ഉത്തരവാദിത്തം പൊതുസമൂഹത്തിൻ്റെതാണ്. ആ ഉത്തരവാദിത്തം രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കൂടുതൽ സർക്കാരിൻ്റെതാണ്. എന്തൊക്കെ പ്രശ്നങ്ങളും എന്തൊക്കെ ലിമിറ്റേഷനും ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയയുടെ ഒരു അലേർട്ട്നെസ്സും ഒരു ജാഗ്രതയും തന്നെയാണ് ഈ വിഷയത്തെ പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഇതിനകത്ത് വിക്ടിംസിൻ്റെ അകത്ത് കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള സീരിയൽ പ്രിഡേഷനാണ് നടന്നിട്ടുള്ളത്. കുറേ സ്ത്രീകളാണ്, പെൺകുട്ടികളാണ് ക്രൂരമായ പീഡനത്തിന് വിധേയമായിട്ടുള്ളത്. അതിൽ രാഷ്ട്രീയ പാർട്ടിയുടെ കോൺഗ്രസിന്റെ തന്നെ വനിതാ വിഭാഗങ്ങളിൽ ഉള്ളവരോ അവർക്ക് വളരെ വേണ്ടപ്പെട്ടവരോ ഉണ്ട്, അവരുടെ ഉന്നതരായ നേതാക്കളുടെ ബന്ധുക്കളുണ്ട് എന്ന് റിനി തന്നെയാണ് പറയുന്നത്. VD സതീശനെ സ്വന്തം പിതാവിനെ പോലെ കാണുന്ന റിനി തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം മാധ്യമ പ്രവർത്തകരുണ്ട്, എന്നിട്ട് പോലും ഈ കാര്യം പുറത്തേക്ക് കൊണ്ടുവരാൻ സോഷ്യൽ മീഡിയ വേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ വളരെ നടുക്കത്തോടെയും പ്രതീക്ഷയോടെയും കാണേണ്ടതാണ്. പിന്നെ ഇപ്പുറത്തെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ഒഫീഷ്യൽ പൊസിഷൻ ഈ പ്രിഡേറ്റർക്ക് എതിരെയാവുമ്പോൾ പോലും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി എന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസിന്റെ സൈബർ ടീം എന്നുള്ളത് ഈ നേതൃത്വത്തിന്റെ കയ്യിലല്ല എന്നുള്ളതാണ് കാര്യം. അത് സണ്ണി ജോസഫിന്റെയോ VD സതീശിന്റെയോ കൈകളിലല്ല, അത് ഈ ക്രിമിനൽ ഗ്യാങ്ങിന്റെ കയ്യിലാണ്. അവർ കൂടെ ചേർന്നുകൊണ്ടാണ് ഉമാ തോമസിനെയും KC വേണുഗോപാലിന്റെ ഭാര്യയെയും ഷാനിമോൾ ഉസ്മാനെയും VD സതീശനെയും രമേശ് ചെന്നിത്തലയും വരെ തെറി വിളിക്കുന്നത്. ഇതിനകത്ത് കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ കൃത്യമായ നിലപാട് എടുക്കേണ്ടതുണ്ട്. കോൺഗ്രസിന് ഇതിൽ നിന്ന് പിറകോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ആദ്യത്തെ സ്റ്റാൻഡിലേക്ക് തന്നെ അവർ വരും. രാഹുൽ മാങ്കൂട്ടത്തും നിയമസഭയിൽ പോകുന്നു ഇല്ലയോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല, കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. പക്ഷേ ഇരകൾക്ക് നീര് കിട്ടുക എന്നുള്ളതും അവർ ജീവനോടെ ഇവിടെ ബാക്കി ഉണ്ടാവുക എന്നുള്ളതും ഇനി മേലിൽ വേറൊരാളിങ്ങനെ അത് ഏത് പാർട്ടിയിലാണെന്നാണെങ്കിലും ചെയ്യാനുള്ള ധൈര്യം ഇല്ലാതിരിക്കുക എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. ആ സമരത്തിൽ കൂടെ നിന്ന ആളാണ് ഡോക്ടർ ജിൻഡോ. ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. ഈ ക്രിമിനൽ കൂട്ടത്തിന്റെ ഗോഗോവിളികളോ അപ്പുറത്തെ പാർട്ടികളില്ല, BJP ആവട്ടെ CPM ആവട്ടെ ആരാവട്ടെ, ചെയ്ത വൃത്തികെട്ട കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുക അല്ല വേണ്ടത്. കാരണം പൊളിറ്റിക്സ് ആയിരുന്നാലും കാലമായിരുന്നാലും ചരിത്രമായിരുന്നാലും മുന്നോട്ടാണ് പോകുന്നത്. സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് നമ്മൾ മറന്നുപോയാലും ജിൻഡോ മറന്നുപോയിരുന്ന എനിക്ക് പറയാനുള്ളത്. ശരി, ഞാൻ ഇതിന്റെ ഈ വാർത്തകളുടെ ഉറവിടത്തെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളെ കുറിച്ച് വളരെ നന്നായി പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ടായിരുന്നു. ആ വെളിപ്പെടുത്തലുകളുടെ തുടക്കത്തിൽ അതിൽ നിക്ഷിപ്തമായ ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ വാർത്ത പുറത്തു വരിക എന്നതിനപ്പുറത്തേക്ക് ചില മാധ്യമങ്ങളെ ആക്രമിക്കുക എന്നൊരു ലക്ഷ്യം കൂടി അതേ ഇടത്ത് തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല അങ്ങിപ്പോൾ പറഞ്ഞ ലക്ഷ്മി പത്മയുടെ പേരിൽ പിന്നീട് വളരെ കൂട്ടമായി ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പെൺകുട്ടി ആ കുട്ടിയാണോ എന്ന തരത്തിൽ പോലും വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന നിലപാട് തന്നെ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഡോക്ടർ പ്രേംകുമാർ അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ, ആദ്യഘട്ടത്തിലെ ഈ പറയുന്ന വലിയ തരത്തിലുള്ള ആരോപണങ്ങളുടെ മുന്നേ അങ്ങനെ തന്നെ ഉടഞ്ഞു പോവുകയും ഇല്ലാതെ പോവുകയും ചെയ്തു. പിന്നീട് റിനി വരുമ്പോഴാണ് വീണ്ടും അതിലേക്ക് വരികയും ചെയ്തത്. അപ്പോൾ സൈബർ ഇടത്തെ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ സൈബർ ഇടത്തിന്റെ ജാഗ്രത എന്ന് പറയുന്നത് സൈബർ ഇടത്തിന്റെ നിക്ഷിപ്ത താല്പര്യങ്ങളെയും അതിന്റെ ഈ പറയുന്ന ഈ ചിറകിൽ തീയും കൊണ്ട് നടന്ന ആരെയും പൊള്ളിക്കുക, ഇല്ലാതാക്കുക, എരിച്ചു കളയുക എന്ന് പറയുന്ന സംഗ്രഹ ബുദ്ധിയെയും നമ്മൾ കാണാതെ പോകാതിരിക്കാനും സാധ്യമാകുന്ന ഒന്നല്ല. ഡോക്ടർ ജിൻഡോ ജോൺ, ഇന്നിപ്പോ തീർച്ചയായിട്ടും ആദ്യമായിട്ട്
ഒറ്റ കാര്യം കൂടെ, ആദ്യമായിട്ട് ഈ വിഷയത്തിൽ ഒരു പോസ്റ്റ് എഴുതിയതിന്റെ അകത്ത് ഞാൻ എഴുതിയതിൽ ഒരു പിശകുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ട സമയത്ത് ശിരസ് നമിച്ച് ക്ഷമ പറയുന്നു എന്ന് എഴുതിയ ആളാണ് ഞാൻ. സ്വാഭാവികമാണ്, ഞാൻ പറഞ്ഞത്, ഞാൻ അടക്കമുള്ള ആളുകളിൽ ഈ വിഷയങ്ങളിൽ ഇടപെടുന്നതിലുള്ള എന്താ പറയാ, നമ്മൾ ആരും 100% പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കുന്നില്ല. ചിന്തിക്കാനും പറയാനുമുള്ള അവകാശങ്ങളെയോ അതുകൊണ്ട് റദ്ദ് ചെയ്യപ്പെട്ടു പോകരുത് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ വരാം. ഡോക്ടർ ജിൻഡോ ജോൺ, ഇന്ന് ശ്രീ എം എം ഹസൻ പറഞ്ഞതിൽ പാർട്ടി നിലപാട് പറയുന്നതിന് മുമ്പ് വനിതാ അംഗങ്ങൾ അതിൽ രാജിവെക്കണമെന്ന നിലപാട് സ്വീകരിച്ചത് തെറ്റായിപ്പോയി. കോൺഗ്രസിന്റെ നേതാക്കളാണ് അല്ലേ? ഉമ്മ തോമസ് എങ്ങനെയാണ് വനിതാ അംഗം മാത്രമായി മാറുന്നത്? എങ്ങനെയാണ് ബിന്ദു കൃഷ്ണ വനിതാ അംഗം മാത്രമായി മാറുന്നത്? അപ്പൊ പാർട്ടിക്ക് മുൻപ് വനിതാ അംഗങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം രമേശ് ചെന്നിത്തല എടുത്ത നിലപാട് പുരുഷ അംഗം എന്ന് പറയുമോ? ഇല്ല. ഇതിൽ വേദന എന്ന് പറയുന്നതിന് ഇതിൽ ഒരു വേദനയും പുതിയ വേദനയല്ല. ഇതിൽ ഒരു ഐക്യദാർഢ്യവും എന്ന് പറയുന്നത് അതൊരു വിഭാഗം കാലാകാലങ്ങളായി അനുഭവിക്കുന്ന അവഹേളനത്തിന്റെ, അധിക്ഷേപത്തിന്റെ, മുന്നോട്ട് വരവിലിന്റെ പുറത്ത് ചാർത്തിക്കൊടുക്കുന്ന വൃത്തികെട്ട നിറങ്ങളുടെ ഒക്കെ പ്രശ്നങ്ങളാണ്. അതിജീവിക്കുന്നതിനോ വിജയിക്കുന്നതിനോ ഒക്കെ ഈ ഒരു കളർ എന്നുള്ളതിന്റെ എത്രയോ പതിറ്റാണ്ടുകൾ സഹിച്ചതിന് ശേഷമാണ് ഒരു ഇര കൂടി എന്ന് പറയുന്നതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില തികട്ടിവരവുകൾ ഉണ്ടാകുന്നതിനെ വനിതാ അംഗങ്ങളുടെ എടുത്തുചാട്ടം എന്ന നിലയ്ക്ക് പരിമിതപ്പെട്ട് കാണാനുള്ള ഉന്നതി ഉണ്ടാകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ നേതാക്കൾക്ക്? മാധു, ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ ക്ഷമിക്കണം. ഈ എയർപോർട്ടിൻ്റെ ബാറ്ററി ചാർജ് കുറഞ്ഞത് കൊണ്ടാണ്, അല്ലാണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാത്തത് കൊണ്ടല്ല. ഞാൻ മാധുവിൻ്റെ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പേ BJPയുടെ പ്രതിനിധി പറയുന്നത് ഇതിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ടാണ് ഇങ്ങനെ തീരുമാനം കോൺഗ്രസ് എടുക്കുന്നതെന്ന്. ഇനി നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെയോ അല്ലെങ്കിൽ അമേരിക്കൻ ഗൂഢാലോചനയോ, പണ്ടൊക്കെ CPM-മാരാണ് അത് പറയുന്നത്, BJP അത് പറഞ്ഞു തുടങ്ങി. നിങ്ങൾ അതും കൂടി പറഞ്ഞു കഴിഞ്ഞോ? അപ്പോൾ ഈ ബ്രിജ്ഭൂഷൺ യാദവിനെയും യെദ്യൂരപ്പയും പ്രജ്വൽ രേവണ്ണയൊക്കെ നിങ്ങൾ കൊണ്ട് നടക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? BJPയുടെ ഒരു ഡസണിലധികം നേതാക്കന്മാരുടെ പേര് ഈ 2025 തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊന്നും എണ്ണി പറയുന്നതല്ല ശരിയെന്ന് ഞാൻ വിചാരിക്കാം. പക്ഷെ അവസാനം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പാലക്കാടത്തെ കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങളുടെ പാർട്ടി നേതാവിൻ്റെ പ്രസിഡന്റിൻ്റെ കയ്യിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ. ഈ 2025 ഏപ്രിൽ മാസം 7-ാം തീയതി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അയച്ച കത്ത് കേരളത്തിലെ ചീഫ് സെക്രട്ടറി അതേ മാസം തന്നെ 22-ാം തീയതി സീൽ ചെയ്ത് പാലക്കാട് SP ഓഫീസിലേക്ക് അന്വേഷിക്കാൻ വിട്ട കത്ത് അതുകൂടി അന്വേഷിക്കണ്ടേ? അപ്പോൾ നമ്മൾ ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത് കോൺഗ്രസിനകത്ത് ഏതോ ഒരാൾക്ക് ഇങ്ങനെ ആളുടെ ഭാഗത്ത് വീഴ്ച പറ്റി എന്ന് മാത്രമല്ല, നമ്മൾ മൊത്തം സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കണ്ടേ? അതിനു പകരം വിഷയത്തിൽ കൃത്യമായ നിലപാടില്ല എന്ന്. ഈ ബ്രിജ്ഭൂഷൺ യാദവിൻ്റെ കാര്യത്തിലേ ഒളിമ്പിക് ഗോൾഡ് മെഡൽ പുഴയിൽ എറിയാൻ പോയ പെൺകുട്ടികൾ, അവരെയൊന്നും പെൺകുട്ടികളായിട്ട് നിങ്ങൾ കണ്ടില്ലേ? ഉന്നാവവും ഹത്രാസവും ഒന്നും നിങ്ങൾ പെൺകുട്ടിയായി കണ്ടില്ലേ? യെദ്യൂരപ്പ പീഡിപ്പിച്ച പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നിങ്ങൾ പെൺകുട്ടിയായിട്ട് കാണുന്നില്ലേ? അപ്പോൾ കോൺഗ്രസിനെ മാത്രമല്ല, നമ്മൾക്ക് എല്ലാവരെയും കറക്റ്റ് ചെയ്യണ്ടേ? നമ്മളൊരു രാഷ്ട്രീയ രംഗത്ത് നിൽക്കുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറക്റ്റ് ചെയ്യണം, ഓഡിറ്റ് ചെയ്യപ്പെടണം. ഇത് കിട്ടിയ അവസരം എന്നുള്ളതിൽ പറയുമ്പോൾ ഇങ്ങനെ കൂടി ഒരു പ്രശ്നമുണ്ടെന്ന് ആലോചിക്കണം. ഇനി മാധുവിനോടൊരു കാര്യം, ഇന്നിപ്പോൾ CPIയുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ശ്രീനാദേവിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ചില മാധ്യമ പ്രവർത്തകർ അവരെ വിളിച്ചിട്ട് രാഹുലിനെതിരെ പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. കേരളത്തിലെ പോലീസ് ഒരു കേസ് എടുക്കുന്നു, അവസാനം പരാതി ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുക. അത്താഴ പ്രശ്നക്കാരെ അന്വേഷിച്ച് നടക്കുന്ന ചില തറവാട്ട് കാരണവന്മാരെ പോലെ. അത് ശരിയായ മാതൃകയാണോ? ഇവിടെ ആരെ പരാതി? ഇനി നിങ്ങൾ കോൺഗ്രസിന്റെ നടപടിക്രമങ്ങളെ കുറ്റം പറയുന്നു. ഈ മാസം ഏപ്രിൽ 21-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറി നിൽക്കുന്നു. ഏപ്രിൽ 25-ാം തീയതി അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇത്രയും ദിവസത്തിനിടയിൽ, ഈ 10-12 ദിവസത്തിനിടയിൽ ഒരാൾ പോലും പരാതി പറയാൻ വരാത്തത് എന്താ? കോൺഗ്രസിനെ പേടിച്ചുകൊണ്ടാണോ? അത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? ആ വിഷയത്തെ കൂടി നമ്മൾ പറയണ്ടേ? ഇവിടെ കോൺഗ്രസിന്റെ സ്റ്റാൻഡിന് ഒരു കുഴപ്പമില്ലെന്നേ. ഞാൻ പറയുന്നത്, പ്രേംകുമാർ ചോദിച്ചു എൻ്റെ സ്റ്റാൻഡ് അന്നും ഇന്നും ഒന്നാണ് പ്രേംകുമാറെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നിരുന്ന് പറയുന്നത്. ഒരു അഭിപ്രായ വ്യത്യാസം അതിൽ വേണ്ട. ഞാൻ എൻ്റെ സ്റ്റാൻഡ് കൃത്യമായിട്ട് പറഞ്ഞു. അതൊരു കോൺഗ്രസ്സുകാരന് മാത്രം പറയാൻ പറ്റുന്ന സ്റ്റാൻഡും കൂടിയാണ്. അത് കേരളത്തിൽ ഒരു CPM-കാരനോ BJP-കാരനോ പറയാൻ പറ്റില്ല. കോൺഗ്രസിനകത്ത് ഇരുന്നു കൊണ്ട് കോൺഗ്രസിനകത്ത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന സ്റ്റാൻഡാണ്. പൊതുമധ്യത്തിലും പറയാൻ പറ്റും. ആ സ്റ്റാൻഡിൽ ഞങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ പോസ്റ്റിൻ്റെ ആദ്യ പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്ന അവസാന വാചകങ്ങൾ താങ്കൾ ഒന്നുകൂടി വായിക്കണം. പരാതിക്കാരികളായിട്ടുള്ള മുഴുവൻ പെൺകുട്ടികളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കാൻ തയ്യാറാകണമെന്ന് പറഞ്ഞേ. ആ ചില മാധ്യമ പ്രവർത്തകർക്ക് നേരിട്ടറിയാം, ഞങ്ങൾക്ക് രഹസ്യമായിട്ട് അറിയാം. ഈ അറിയാവുന്ന കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നത് ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന ആൾക്ക് ഒത്താശയല്ലേ? ഈ അറിയാവുന്നവർ ഒളിച്ചു വെക്കുകയല്ല ചെയ്യേണ്ടത്. കേരളത്തിലെ പോലീസിനെ വിശ്വസിച്ചുകൊണ്ട് പരാതി കൊടുക്കണ്ടേ, നടപടി സ്വീകരിക്കണ്ടേ? നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്ത് വിധി കൽപ്പിച്ചാൽ മാത്രം മതിയോ? ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനം അനുസരിച്ചിട്ട് ശിക്ഷിക്കപ്പെടണ്ടേ? അവരെ തിരുത്തപ്പെടണ്ടേ? അതെന്തുകൊണ്ടാണ് പറയാത്തത്? ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾ ഇത് രാഷ്ട്രീയമായിട്ട് കണ്ടു തുടങ്ങിയത് എപ്പോഴാണ്? ഷാഫി പറമ്പലിന് എക്സ്റ്റൻഡഡ് ലൈബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് വഴി തടയുമ്പോൾ
വി.ഡി. സതീശനാണ് ഇതിന്റെ ഉത്തരവാദിത്വമെന്ന് നിങ്ങൾ പറയുമ്പോൾ, കോൺഗ്രസ് പാർട്ടിയോട് ആലോചിച്ചിട്ടാണ് ഒരു വ്യക്തി അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയമാണ്. അതിന് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് എതിർക്കും. പിന്നെ സ്വമേധയാ ഇവിടെ കേസെടുക്കുന്നു, അത് രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗമാണ്. സ്വമേധയാ കേരളത്തിലെ പോലീസ് എടുക്കുന്ന കേസ് പി കെ ശശിയുടെ കാര്യത്തിലുണ്ടായോ, അല്ലെങ്കിൽ ശശീന്ദ്രന്റെ കാര്യത്തിലുണ്ടായോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ നിരവധി കാര്യം തോമസ് ഐസക്കിന്റെയും കടകംപള്ളിയുടെയും ശ്രീരാമകൃഷ്ണന്റെയും ആർഷോയുടെ ഒക്കെ കാര്യത്തിലുണ്ടായോ? അപ്പൊ സ്വമേധയാ കേസെടുക്കുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ഞങ്ങൾ ചിന്തിക്കും. അത് രണ്ടാമത്തെ കാര്യം. ഇനി അടുത്തത്, കോൺഗ്രസിന്റെ 2 MLA റേപ്പ് കേസിൽ പ്രതിയാണെന്ന് എനിക്കറിയില്ല. റേപ്പ് കേസിൽ പ്രതിയാണെന്ന് പലരും പല കേസിൽ പ്രതികളായിട്ടുണ്ടാവും. പക്ഷെ റേപ്പ് കേസിൽ പ്രതിയാണോ എന്ന് എനിക്കറിയില്ല. താങ്കൾ ആരെ ഉദ്ദേശിച്ചെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ മുകേഷ് റേപ്പ് കേസിലെ പ്രതിയാ, താങ്കൾ ഉദ്ദേശിച്ച ആളുകൾ റേപ്പ് കേസിലെ പ്രതിയാണോ എന്ന് എനിക്കറിയില്ല. 2 പേര് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ ദേഹോപദ്രവത്തിന്റെ പേരിൽ എടുക്കുന്ന കേസും പരസ്പര സമ്മതത്തോടെ നടക്കുന്ന സ്വകാര്യ ജീവിതത്തിലെ കാര്യം പിന്നീട് വരുന്ന കേസൊക്കെ വേറെ പല കാര്യങ്ങളുമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്തത് വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന്. വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട കേസ് കേരളത്തിലെ നിയമ സംവിധാനം, ഈ രാജ്യത്തിന്റെ നീതി നിർവഹണ സംവിധാനം, അതിന്റെ മുമ്പിൽ വിശ്വാസത്തോടെ നമ്മൾ ഒരു പരാതി കൊടുക്കണ്ടേ പ്രേംകുമാറെ? പരാതി കൊടുക്കണ്ടേ? ഇനി മാധുവിന്റെ ഒരു ചോദ്യം ഉണ്ടല്ലോ, MMSന്റെ സ്റ്റേറ്റ്മെന്റ്, വനിതാ നേതാക്കന്മാർ, പലർക്കും പല അഭിപ്രായങ്ങൾ പാർട്ടിക്കകത്തുണ്ടാവും. പലരും അത് പുറത്തും പറയും. അത് കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടുന്ന ഒരു അവസരം. കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമേ അതുള്ളൂ. മറ്റു പാർട്ടികളിലൊക്കെ ഇരിക്കവിടെ മാത്രമാണോ ആ ജനാധിപത്യ അവകാശമുള്ളത്? ഡോക്ടർ ജിൻഡോ ജോൺ, അതേ അഭിപ്രായം മുതിർന്ന നേതാക്കളായ ഉമാ തോമസും ബിന്ദു കൃഷ്ണയും ചോദിച്ചു പറയുമ്പോൾ ആ അഭിപ്രായം പറയാനുള്ള ഇടമാണ് കോൺഗ്രസ് എന്ന് എന്താണ് MMSന് തോന്നാത്തത്? അതോ നിങ്ങൾ പുരുഷ നേതാക്കൾക്ക് മാത്രമേ കോൺഗ്രസിൽ ജനാധിപത്യ അവകാശമുള്ളൂ? അതിന് പകരം മാധ്യമ ഓഡിറ്റിംഗും മാധ്യമ വിധി കൽപ്പിക്കലും അല്ലല്ലോ നമുക്ക് വേണ്ടത്. സോഷ്യൽ മീഡിയയിലൂടെ ഈ ലക്ഷ്മി പത്മയെ ആരോപിച്ചുകൊണ്ട് എത്ര പരാതികൾ വന്നു സോഷ്യൽ മീഡിയയിൽ. അവസാനം അവർ തന്നെ CPMന്റെ സൈബർ ഹാൻഡിലുകൾക്കെതിരെ അഭിപ്രായം പറയേണ്ട സാഹചര്യം ഉണ്ടായില്ലേ? ഇപ്പൊ വനിതാ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞാൽ ദീപ്തി മേരി വർഗീസിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടില്ലേ? അങ്ങനെയും വനിതാ നേതാക്കന്മാർ അഭിപ്രായം പറയുന്നുണ്ട്. വ്യത്യസ്ത ആളുകൾ അല്ലല്ല, ദീപ്തി മേരി വർഗീസിന്റെ അഭിപ്രായ പ്രകടനമാണ് കൃത്യമായത്. അതിൽ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. അങ്ങനെയാണ് കോൺഗ്രസ്സുകാർ അഭിപ്രായം പറയേണ്ടത് എന്നങ്ങ് പറയുമ്പോഴും കോൺഗ്രസിലുള്ള കോൺഗ്രസിലുള്ള ഈ പറയുന്ന ജനാധിപത്യ അവകാശങ്ങൾ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ളതാണ് എന്ന് പറയുമ്പോഴും ഈ 2 കാര്യങ്ങളും ഉമാ തോമസിനും ബിന്ദു കൃഷ്ണയ്ക്കും ബാധകമല്ല. ഉമാ തോമസും ബിന്ദു കൃഷ്ണയും അഭിപ്രായം പറഞ്ഞാൽ അത് കോൺഗ്രസിലെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല. അത് MMS തീരുമാനിക്കും പറയണോ വേണ്ടയോ എന്നുള്ളത്. അതൊക്കെയാണ് വൻ കോമഡികൾ എന്ന് പറയുന്നത്. ജനാധിപത്യം അവനവന് ഇഷ്ടമുള്ളവർക്ക് മാത്രം അവകാശ വേദ്യമാകുന്ന അവസ്ഥ അതെങ്ങനെയാണ് എന്ന് മനസ്സിലാകുന്നില്ല. ശ്രീ വി രാജേഷ്, സ്വമേധയാ എടുത്തിരിക്കുന്ന കേസ്, ശ്രീ വി രാജേഷ്, 2-3 മാസം കഴിയുമ്പോൾ ഇതിൽ അന്വേഷണം തീരും. ഇതിൽ പരാതിക്കാരിയില്ല നിലവിൽ എന്നുള്ളത് കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായ നടപടിയിലേക്ക് ഏതെങ്കിലും ഏജൻസികൾക്ക് ഈ ഘട്ടത്തിൽ പോകുമെന്ന് ഇപ്പോൾ വിചാരിക്കാൻ കഴിയുന്നൊരു സാഹചര്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ വന്ന് ചോദിക്കും, എനിക്കെതിരായ രാഷ്ട്രീയ വേട്ടയാടലിന് അവസാനമായിരിക്കുന്നു, നിങ്ങൾ അന്വേഷിച്ചിട്ട് കേസെടുത്തിട്ട് സർക്കാരിൻ്റെ പോലീസ് കേസെടുത്തിട്ട് എന്തായി എന്നുള്ളത്. ആ അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണോ? അല്ല, ഇതിൽ ഞാനിപ്പോൾ ഒരു കാര്യത്തിന് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞതിന് മറുപടി പറഞ്ഞ് ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് എടുക്കുന്നത് പോലത്തെ സ്റ്റാൻഡ് എടുക്കാൻ വേണ്ടി BJPക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു. നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട ഗതികേടിൽ നിങ്ങളുടെ പ്രവർത്തകരും നിങ്ങളുടെ നേതാക്കന്മാരും കൊണ്ട് നിങ്ങളുടെ പാർട്ടിയെ എത്തിച്ചിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടത് പറയേണ്ടി വരുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ആ ഒരു ഗതികേടിൽ ഞങ്ങൾ എത്തുകയുമില്ല, ഞങ്ങൾ എത്തിയിട്ടുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട ആവശ്യവുമില്ല. മറ്റൊന്ന്, ചില കാര്യങ്ങൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വിഷയം പറയുമ്പോൾ 10-15 കൊല്ലം മുമ്പ് കഴിഞ്ഞൊരു കേസാണ്, അതിൻ്റെ എല്ലാ വാലിഡിറ്റിയും കഴിഞ്ഞൊരു കേസാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പറ്റിക്കണ്ടേ? ഏതോ ഒരാൾ ചെന്നപ്പോഴേക്കും ഇപ്പോൾ തന്നെ കൈയൊക്കെ ചൂണ്ടി ഒരു 3ാം ക്ലാസ്സിലെ കുട്ടികൾ കാണിക്കുന്ന ആക്ഷനൊക്കെ കാണിച്ചിട്ട് ഇപ്പം പൊട്ടു എന്ന് പറഞ്ഞിട്ട് VD സതീശൻ കൊണ്ടുവന്നിട്ട് എന്തായി? കൃഷ്ണകുമാർ പിറ്റേ ദിവസം രാവിലെ മുതൽ സകല മാധ്യമങ്ങളിലും വന്ന് എല്ലാ ചാനലുകളിലും അദ്ദേഹം തന്നെ നേരിട്ട് വന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഞാനിവിടെ ഇരിക്കുകയല്ലേ, എനിക്കെതിരെ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിലല്ലേ ഭരണപക്ഷം പ്രതിപക്ഷമൊക്കെ, ഞാൻ കൃത്യമായിട്ട് CPMനും കോൺഗ്രസിനെതിരെ പോരാടുകയില്ലേ, നിങ്ങൾ അന്വേഷിച്ചോ എന്ന് പറഞ്ഞല്ലോ. എന്തേ കൃഷ്ണകുമാറിൻ്റെ എന്നോ ഉണ്ടായ ഒരു കുടുംബ തർക്കം, അതിനെ റിസർച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു വലിയ സംഭവമാക്കി കൊണ്ടുവന്നിട്ട് എന്താ അത് നനഞ്ഞ പടക്കം പോലെ പോയില്ലേ? കോൺഗ്രസ് കൊണ്ടുവരുന്ന പരാതി പുതുതായി ഉണ്ടാവുകയാണ് ചെയ്തത്. അല്ല, ആര് പറഞ്ഞ്? 2014 മുതലുള്ള കാര്യം. ആ കുട്ടി എന്താ പരാതി പുതിയതല്ലേ? അല്ലേ? മുമ്പത്തെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പൊ പരാതി കൊടുത്തില്ലേ? മുമ്പത്തെ സംസ്ഥാന അധ്യക്ഷൻ, ഞാൻ പറയട്ടെ, മുമ്പത്തെ സംസ്ഥാന അധ്യക്ഷൻ ഞാൻ ഈ പരാതി കൊടുത്തിട്ടുണ്ട്. 2014 മുതൽ ഈ പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഇപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടെന്നല്ല, ഈ പരാതി വീണ്ടും ഉണ്ടായി. അങ്ങനെയല്ല, ഈ പരാതി അങ്ങനെയാണ്.
ഞാൻ പറഞ്ഞ കേട്ടിട്ട് പറയൂ. 2014 കൊടുത്തു. ആ കുട്ടി എന്താ പറഞ്ഞത്? പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നപ്പോൾ വീണ്ടും കൊടുത്തു. അപ്പോഴാണ് ഈ കാര്യം അങ്ങനെയാണെന്ന് ചോദിക്കട്ടെ. കോടതി ഒരിക്കൽ വിധി പറഞ്ഞ് കുടുംബ തർക്കം, സ്വത്ത് തർക്കം, അത് ആ കേസ് തള്ളിക്കളഞ്ഞ കേസ്. അങ്ങനെയാണെങ്കിൽ 3 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ഒരു സംസ്ഥാന പ്രസിഡന്റ് വരും. അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും പരാതി കൊടുക്കും. ഒരു ജഡ്ജ് ഒരു വിധി പ്രഖ്യാപിച്ചിട്ട് പോയി പുതിയ ജഡ്ജ് തർക്കമുണ്ട്. രാജേഷ് അല്ലല്ല, കോടതി വിധി പറഞ്ഞ കേസ് ഇതല്ല. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത് കണക്ട് ചെയ്ത ഈ വിഷയത്തിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. പോലീസിന് ആ വകുപ്പ് അന്വേഷിക്കാൻ പറ്റില്ല. അല്ല, അദ്ദേഹം അങ്ങനെയാണെങ്കിൽ അതിൽ പരാതി കൊടുക്കണം. അദ്ദേഹം കൃഷ്ണകുമാറിന്റെ പരാതി കൊടുത്ത് പോലീസ് എടുത്തില്ലെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. അങ്ങനെ പരാതി പോയ പോലീസിന് എടുത്തേക്കാൻ പറ്റുമോ? അദ്ദേഹം കൃഷ്ണകുമാറിന്റെ പേര് പരാമർശിച്ചതുകൊണ്ട് എനിക്ക് കൃഷ്ണകുമാർ തന്നെ ഒളിച്ചിരിക്കുന്നില്ല. കൃഷ്ണകുമാർ നേരിട്ട് ഒന്ന് ഡിഫെൻഡ് ചെയ്ത് അതിനുശേഷം ഇപ്പോഴും കൃഷ്ണകുമാറിന്റെ വിഷയം കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്താണ് ഈ വിഷയത്തിൽ. ഞാൻ വിഷയം പറയുന്നില്ല. പാലക്കാട് MLA-ക്കെതിരെ ശക്തമായ പോരാട്ടത്തിൽ അദ്ദേഹമുണ്ട്. ഞാനത് വിട്ടു. ഇപ്പോ നേരത്തെ ലക്ഷ്മി പത്മയ്ക്കെതിരെ സൈബർ കൂട്ടങ്ങൾ ഇറങ്ങി ആക്രമിക്കുന്നു എന്ന് മാധു ഒരു പരാമർശം നടത്തിയല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ ഇസ്ലാം. താങ്കൾക്ക് പ്രകോപിതരാവേണ്ട കാര്യമില്ല. അതായത് ലക്ഷ്മി പത്മ ഇന്ന് പോസ്റ്റ് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേ ലക്ഷ്മി പത്മയെ ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടി ഒരു സൈബർ സംഘം ഇറങ്ങുന്നു. വാലും തലയുമില്ലാത്ത, പേരില്ലാത്ത, പിതാവില്ലാത്ത കുറേ ഫേസ്ബുക്ക് പേജുകളിൽ നിന്നും അതോടൊപ്പം തന്നെ കുറേ ട്വിറ്റർ അക്കൗണ്ടുകളിൽ നിന്നും അവർക്കെതിരെ വരുന്നു. ഇതേ സംഘം തന്നെയാണ് ഉമാ തോമസിനെ ആക്രമിച്ചത്. ഇതേ സംഘം തന്നെയാണ് ബിന്ദു കൃഷ്ണയെ ആക്രമിച്ചത്. ഇതേ സംഘം തന്നെയാണ് KC വേണുഗോപാലിൻ്റെ ഭാര്യ ആശയുടെ പേരിൽ പോസ്റ്റ് ഇട്ടപ്പോൾ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആശയ്ക്ക് ആ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നല്ലോ. എന്തുകൊണ്ടാണ്? ഇതേ സംഘം ഭീഷണിപ്പെടുത്തി KC വേണുഗോപാലിൻ്റെ ഭാര്യ ഈ പോസ്റ്റുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ KC വേണുഗോപാലിൻ്റെ ഉൾപ്പെടെയുള്ള തെറ്റായ ചരിത്രങ്ങൾ ഞങ്ങൾ ഫേസ്ബുക്കിലൂടെ, ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുമെന്ന് ഇതേ സൈബർ സംഘം, കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്ന VD സതീശൻ്റെ കിങ്കരന്മാരുടെ അനുഗ്രഹാശിസുകളോടെ, ഷാഫിയുടെ ഉൾപ്പെടെ അനുഗ്രഹാശിസുകളോടെ പ്രവർത്തിക്കുന്ന സൈബർ സംഘം ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ്, ഈ വെട്ടുകളി കൂട്ടങ്ങൾ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് ആശയ്ക്ക് അത് പിൻവലിക്കേണ്ടി വന്നത്, ബിന്ദു കൃഷ്ണയ്ക്ക് പിന്മാറേണ്ടി വന്നത്. ഉമാ തോമസിനെയൊക്കെ പോസ്റ്റിന് താഴെ എന്നോ ഇട്ട് അവരുടെ പോസ്റ്റിന് താഴെയൊക്കെ സൈബർ അതിക്രമം ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ തന്നെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അടക്കം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സമ്മർദ്ദ സൈബർ സംഘത്തിന്റെ ഭീഷണിക്ക് മുൻപിലാണ് കേരളത്തിലെ പ്രതിപക്ഷ സൈബർ അതിക്രമം അവർക്കൊക്കെ എതിരെ ഉണ്ടായിരുന്നത് ശരിയാണ്. അതിൽ ഈ പറയുന്ന വർഗീയത ആരോപണം അന്വേഷിച്ചുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു സൈബർ സംഘം ഉണ്ട്. സൈബർ സംഘം ആർക്കാ ഇല്ലാത്തത്? വെട്ടുകിളി കൂട്ടങ്ങളെ പോറ്റാത്ത ആരുണ്ട് കേരള രാഷ്ട്രീയത്തിൽ? പാർട്ടി ചെയ്യുമ്പോഴല്ല, ഒരു പാർട്ടിക്കകത്തുള്ള ഒരു സമ്മർദ്ദ ഗ്രൂപ്പ് ഒരു സൈബർ സംഘത്തെ പോറ്റി വളർത്തുമ്പോൾ ആ പാർട്ടി, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടി, എൻ്റെ പ്രതിപക്ഷ പാർട്ടി ആ സമ്മർദ്ദ ഗ്രൂപ്പിന്, ആ മാഫിയ സംഘങ്ങൾക്ക് വിധേയപ്പെട്ട് കോൺഗ്രസ് ഡോക്ടർ പ്രേംകുമാർ, ഇപ്പോൾ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്തുകയാണെങ്കിൽ മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടത് എന്ന് രാഷ്ട്രീയ പാർട്ടികൾ വിചാരിക്കുന്നത് അപ്പുറത്തെത്ര പേർ ഇപ്പുറത്തെത്ര പേർ എന്ന പട്ടിക നിരത്തി അത് തുലനം ചെയ്ത് ഇതിൽ കേമന്മാരാര് എന്ന കണക്ക് പറയണം എന്നാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമം നടത്തുമ്പോഴും ആ ഗതികേട് ഉണ്ടാവുക കുറച്ച് കടുപ്പമാണ്. എനിക്ക് പറയാമോ? പറയാം, അങ്ങേക്ക് പറയാം. ഹലോ, അങ്ങേക്ക് പറയാം. അതായത് ഇപ്പൊ ജിൻഡോ ജോൺ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം, യെസ്, അതായത് അത് മൊത്തം പൊതുസമൂഹത്തിന് പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല? ഇത് ഏറ്റവും കപടമായ ചോദ്യമാണ്. റേപ്പിസ്റ്റുകളെ, സെക്സ്പ്ലോയിറ്റേഷൻ നടത്തുന്ന ആളുകളെ സംരക്ഷിക്കുന്ന ഏറ്റവും കപടമായ ചോദ്യമാണ്. എന്താണെന്നറിയോ, കഴിഞ്ഞ മാസം ഇതിന്റെ വാർത്തകൾ ഇങ്ങനെ എയറിൽ വന്ന സമയത്ത് അന്ന് പറഞ്ഞെന്തായിരുന്നു അറിയോ? ആരും ഇല്ലല്ലോ, ആരും വെളിയിൽ വന്നിട്ടില്ലല്ലോ എന്നായിരുന്നു. റിനിയുടെ വെളിപ്പെടുത്തലോടെ വെളിയിൽ വന്നപ്പോൾ അടുത്ത ചോദ്യം, ആരെങ്കിലും പോലീസിൽ പരാതി കൊടുത്തു എന്നാണ്. ഇനി ഇന്നോ നാളെയോ ഒരാൾ പോലീസിൽ സ്റ്റേറ്റ്മെന്റോ പരാതിയോ കൊടുത്താൽ അപ്പൊ പറയും എന്താണെന്നറിയോ? പോലീസിന്റെ ഫൈനൽ റിപ്പോർട്ട് വന്നില്ലല്ലോ എന്ന് പറയും. ഫൈനൽ റിപ്പോർട്ട് വന്ന് കോടതി വിചാരണയ്ക്ക് എടുത്താൽ അപ്പോൾ ഇവരെന്താ പറയാ? കോടതി ശിക്ഷിച്ചിട്ടില്ലല്ലോ എന്നാണ് പറയാ. ദിലീപിന്റെ കേസിൽ ഇപ്പൊ അങ്ങനെയാ പറയുന്നത്. ഇനി കോടതി ശിക്ഷിച്ച് കഴിഞ്ഞാൽ എന്ത് പറയും? എല്ലാ വിധിന്യായങ്ങളും സത്യസന്ധമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ബൂർഷ്വാ കോടതിയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്നെ വിശ്വാസമുണ്ടോ എന്ന്. ഇതിന് വളരെ ലളിതമാണ്. മാധു പറഞ്ഞതുപോലെ ഇസ്രായേലും പാലസ്തീനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ രണ്ടു കൂട്ടരും ഒരുപോലെയാണെന്ന് കരുതി നിങ്ങൾ അഭിപ്രായം പറഞ്ഞു തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ പക്ഷപാതിയാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രാഷ്ട്രീയത്തിലാവട്ടെ കുടുംബത്തിലാവട്ടെ തുല്യമായ റെപ്രസെന്റേഷൻ ഇല്ലാത്ത ഒരു നാട്ടിൽ, ഒരു സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം അനീതികളിൽ രണ്ടുപേർക്കും ഒരേപോലുള്ള അവസരമാണെന്ന് കരുതി പറയുന്ന നിങ്ങൾ അക്രമകാരികളുടെ കൂടെയാണ്. ഈ റിനി എന്ന് പറഞ്ഞ കുട്ടിയെ, ആ ചെറുപ്പക്കാരിയെ നോക്കൂ നിങ്ങൾ. രാഹുൽ ഗാന്ധിയോട് വരെ അടുത്ത സൗഹൃദമുള്ള, കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും ടോപ്പ് ലീഡറായ VD സതീശനുമായി അടുത്ത് ബന്ധമുള്ള,
പിതാവിനെ പോലെയാണെന്ന് പറയുന്ന കുട്ടി 4 വർഷത്തിൽ കൂടുതൽ കാത്തു നിൽക്കേണ്ടി വന്നു ഇത് പറയാൻ. ഡോക്ടർ പ്രേംകുമാർ, എനിക്ക് അതിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഡോക്ടർ പ്രേംകുമാർ, റിനി സംസാരിക്കുമ്പോൾ ചിരിച്ചു എന്ന് പറയുന്നത് വലിയ കുറ്റമാണ്. ഇത്ര സന്തോഷത്തോടെ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആരെയും അപ്പോ കരയണമെന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇരുട്ടിൽ കുത്തിയിരിക്കണം എന്നുള്ളതാണ്. അത് യെസ് റേപ്പ് ചെയ്യപ്പെട്ടാൽ ഡെറ്റോൾ സോപ്പ് ഉപയോഗിച്ച് കുളിച്ചാൽ മതി എന്ന് പറഞ്ഞ മാധവിക്കുട്ടി മരിച്ചു പോയിട്ട് കുറച്ചു കാലമായി. ചിരിച്ചുകൊണ്ട് തന്നെ അക്രമകാരികൾക്കെതിരെ പരാതി പറയും, പുറത്തു വരുമെന്നുള്ള തീരുമാനത്തിലുള്ളവരാണ് പുതിയ കാലത്തെ കുട്ടികൾ. അതാണ് ഇവർക്ക് മനസ്സിലാവാത്തത്. ഇനി ഒന്നും കൂടി പറഞ്ഞോട്ടെ, ഇന്നത്തെ ലക്ഷ്മി പത്മയുടെ വെളിപ്പെടുത്തലോടെ ഈ കേസ് കൃത്യമായി മറ്റൊരു ടേണിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. നമ്മൾക്ക് ഇതിനെ പറ്റിയുള്ള ആധികൾ ഇനി എന്തെങ്കിലും പറഞ്ഞ് ഇദ്ദേഹത്തെ രക്ഷിക്കാമെന്നുള്ള പ്രതീക്ഷകൾ അസ്ഥാനത്താവുകയാണ്. കാര്യങ്ങൾ കൃത്യമായിട്ടും മറ്റൊരു ടേണിലേക്ക് പോവുകയാണ്. പോലീസ് കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ പോലും ഏതെങ്കിലും ഒരു വ്യക്തികൾ പരാതി പറഞ്ഞാലോ, കാരണം ഇത് സെക്സ്പ്ലോയിറ്റേഷന്റെയോ റേപ്പിന്റെയോ മാത്രം കേസല്ല. ഫോഴ്സ്ഡ് അബോർഷൻ ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. അതിന്റെ എന്തെങ്കിലും വിവരം കിട്ടിയാൽ പോലീസിന് കേസ് എടുത്തേ പറ്റുള്ളൂ. മുകേഷിന്റെ കാര്യത്തിലും പോലീസ് കേസ് എടുക്കുകയും അന്വേഷിക്കുകയും അറസ്റ്റ് ചെയ്യുകയും തന്നെയാണ് ചെയ്തത്. അദ്ദേഹം നിയമസഭയിൽ ഇരിക്കുന്നു എന്നുള്ളത് വേറെ കാര്യം. അതുകൊണ്ട് ഇത്തരം നൂലാമാലകളിൽ ചേർന്ന് നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. കോൺഗ്രസിന്റെ അകത്തുള്ള, ഞാൻ പിന്നെയും പറയുന്നു, വനിതാ നേതാക്കൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ഭീകരമായ സൈബർ അറ്റാക്ക്, VD സതീശൻ കൃത്യമായിട്ട് ഒരൊറ്റ സ്ത്രീക്കെതിരെയും വാക്കുകൊണ്ട് ഒരു അസഭ്യം പറയരുത് എന്ന് കൃത്യമായ നിർദ്ദേശം കൊടുത്തതിന് ശേഷവും ആയിരക്കണക്കിന് പ്രൊഫൈലുകളിൽ നിന്നാണ്. ഇപ്പൊ എനിക്കെതിരെ നിരന്തരം അക്രമം വരുന്നുണ്ട്. ഞാനതിൽ കൺസേൺഡ് അല്ല, വെറീഡ് അല്ല. എനിക്ക് അതിനുള്ള ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ സുഹൃത്തുക്കൾ അതിൽ കൺസേൺഡ് ആണ്. ഒരു ചെറിയ കുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവളുടെ പാർട്ട്ണർ ഭാഗത്തു നിന്നുള്ള പ്രഷർ, അവളുടെ ഫാമിലിയിൽ നിന്നുള്ള പ്രഷർ, അവളുടെ പിയർ ഗ്രൂപ്പിൽ നിന്നുള്ള പ്രഷർ, ഇതിനുശേഷം തന്നെ എങ്ങനെ ഈ ലോകം കാണുമെന്നുള്ള വലിയ ആധി, ഇതിനെല്ലാം ഉള്ളിൽ നിന്നുകൊണ്ടാണ് റിനിയെ പോലെയോ ഹണിയെ പോലെയുള്ള 1-2 പേർ ആദ്യം പറഞ്ഞത് ലക്ഷ്മി പത്മയോടാണെങ്കിൽ ഇന്ന് ആ കുട്ടി പേര് വെളിപ്പെടുത്തിയിട്ടുള്ളത്. കോൺഗ്രസിന്റെ പ്രതിനിധികൾ ചെയ്യുന്നത് ഇവർക്ക് വെളിപ്പെടാനുള്ള ഒരു സാഹചര്യവും ഒരുക്കാതെ അവരെ സ്റ്റിഫിൾ ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു വെച്ചതിന് ശേഷം നിങ്ങൾ എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല എന്ന് പറയാണ്. മാത്രമല്ല കേരളത്തിന്റെ അതിവിചിത്രമായ അവസ്ഥയുണ്ട്. ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളെ വിഷകന്യക എന്ന് വിളിക്കുന്ന കവികളുള്ള നാടാണ് നമ്മുടേത്. അവർ വിഷകന്യകളാണെന്ന് പറയുന്ന ആളുകൾ, കവികൾ, വലിയ സെലിബ്രേറ്റ് ക്രൂരത. പറഞ്ഞോട്ടെ, ഇനി സമയമില്ലാത്തതുകൊണ്ടാണ്. അതായത് ഇപ്പൊ പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല. ഞാൻ ഒരു കാര്യം അടിവരായിട്ട് പറയുന്നു. ഈ പെൺകുട്ടികളൊക്കെ തന്നെ മെഡിക്കൽ ചെക്കപ്പിന് പോയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ നിന്നും എല്ലാ ഡോക്യുമെന്റ്സും കേരള പോലീസ് കളക്ട് ചെയ്ത് കഴിഞ്ഞു. കൃത്യമായിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് തിരുവനന്തപുരത്തുള്ള കേരളത്തിലെ മറ്റ് ഈ കുട്ടികൾ പോയിട്ട് ഈ പെൺകുട്ടി കളക്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ മിണ്ടാതിരിക്കുന്നത് വെറുതെ ഒന്നുമില്ല. അദ്ദേഹം ഇത് എല്ലാ ഡോക്യുമെന്റ്സും കളക്ട് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന് പോലീസ് എങ്ങനെ അന്വേഷിക്കുന്നൊക്കെ BJP അറിയാലേ. കേരള പോലീസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. BJPക്ക് പാർട്ടിയുടെ ഒഫീഷ്യലി പാർട്ടിക്ക് അറിയാൻ പറ്റില്ല എന്നുള്ളതല്ല, BJPയോട് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ കളക്ട് ചെയ്തിട്ടുണ്ട്. Why they are not raising case against രാഹുൽ മാങ്കൂട്ടത്തിൽ? കാരണം ഈ കേരളത്തിലെ പരാതിക്കാരികൾ എന്ന് പറയുന്ന പെൺകുട്ടികൾക്ക് അവരുടെ പേര് വെളിപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിലും BJPയുടെ നേതാക്കന്മാർക്ക് കൃത്യമായിട്ട് വിവരം കിട്ടുന്നുണ്ടെന്ന് പറയാം. ഇവിടെ ഞാനൊരു കാര്യം പറയാം. നമ്മൾ നിയമപരമായിട്ട് തന്നെയാണ് ഇതിനെ അഡ്രസ് ചെയ്യേണ്ടത്. അല്ലാതെ സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗിലൂടെ, മാധ്യമ ഓഡിറ്റിംഗിലൂടെ അല്ല. എന്നാലും നിയമപരമായിട്ട് നടപടി എടുക്കണ്ടേ? എന്നാലേ നിയമം മൂലം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള MLA സ്ഥാനത്ത് രാജിവെക്കണമെന്ന് അവകാശപ്പെടാനുള്ള യോഗ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുള്ളൂ. കൃഷ്ണകുമാറിനെതിരെയുള്ള ആക്ഷേപം CPM പരാതിയില്ല, ജനങ്ങൾക്ക് ഈ പറയുന്ന യാതൊരു തരത്തിലുള്ള അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിനിധി എങ്ങനെയായിരിക്കണമെന്ന ഉത്തമ ബോധ്യം അല്ലെങ്കിൽ അതിലൊരു ആത്മാഭിമാന ബോധം അവർക്കുണ്ടാകണം എന്നുള്ളത് അവരുടെ അവകാശമാണ്. അതിൽ കോൺഗ്രസ് എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനെ ഈ ഒരൊറ്റ സമയത്ത് മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല എന്നത് പറഞ്ഞു വെക്കുന്നു എന്നേ ഉള്ളൂ. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്ക്.